السلام عليكم ورحمة الله وبركاته. أعوذ بالله من الشيطان الرجيم. بسم الله الرحمن الرحيم. الحمد لله رب العالمين، وأفضل الصلاة وأتم التسليم على المبعوث رحمة للعالمين وعلى آله وصحبه ومن سار على هديه إلى يوم الدين. أما بعد. സ്നേഹാദരവുകൾ നിറഞ്ഞ സഹോദരങ്ങളെ, സഹോദരിമാരെ, അള്ളാഹു നമ്മുടെ ഈ സംഗമം സ്വീകരിക്കട്ടെ. നമ്മുടെ പാപങ്ങൾ അള്ളാഹു പുറത്തു തരട്ടെ. രോഗങ്ങൾ അള്ളാഹു ശിഫയാക്കട്ടെ. മരണപ്പെട്ടവരുടെ ഖബർ അള്ളാഹു സന്തോഷത്തിലാക്കട്ടെ. തെറ്റുകുറ്റങ്ങൾ അവർക്ക് നമുക്കും അള്ളാഹു നിരുപാധികം മാപ്പാക്കി തരട്ടെ. നമ്മുടെയും കുടുംബത്തിൻ്റെയും സൃഷ്ട ആയുസ് അള്ളാഹു പൊരുത്തപ്പെട്ട വഴിയിലായി ഇസ്സത്തോടെ സന്തോഷത്തോടെ ദീർഘമായി കഴിഞ്ഞ് ഈമാൻ സലാമത്തായി മരിക്കാനുള്ള മഹാഭാഗ്യം അള്ളാഹു നമുക്കെല്ലാവർക്കും നൽകട്ടെ. ജീവിതത്തിൽ അള്ളാഹു നമുക്ക് ചെയ്ത വലിയ ഒരു അനുഗ്രഹമാണ് മക്കൾ എന്നുള്ളത്. മക്കളെ ചോദിച്ച് വാങ്ങുക എന്നത് പോലും പ്രവാചകന്മാരുടെ ജീവിതത്തിൽ കാണുന്ന പ്രാർത്ഥനകളിൽ നാം ശ്രദ്ധിക്കുന്ന പ്രാമാണികമായ ചർച്ചയാണ്. സന്താനങ്ങൾ ചിലർക്ക് മാത്രം, ചിലർക്ക് സന്താനങ്ങളില്ല. ചിലർക്ക് നൽകുമ്പോൾ ആൺമക്കളെ മാത്രം നൽകാം, ചിലർക്ക് പെൺമക്കളെ മാത്രം, ചിലർക്ക് ആണും പെണ്ണും നൽകാം. സന്താനങ്ങളുടെ പ്രാപ്തിക്കുറവും സന്താനങ്ങളെ കൊണ്ടുള്ള കണ്ണുനീരും മനുഷ്യജീവിതത്തിന്റെ നാം കാണുന്ന മേഖലകളിൽ വലിയ സങ്കടങ്ങളായി അനുഭവപ്പെടാറുണ്ട്. ഒരിക്കലും മനുഷ്യന്റെ സ്വാധീനം കൊണ്ടല്ല മക്കൾ ഉണ്ടാകുന്നത്, തികച്ചും അള്ളാഹുവിന്റെ ഔദാര്യമാണ്. റബ്ബ് ഓശാരമായി നൽകുന്ന ഒന്നാണ് മക്കള്. ആരുടെയും കഴിവോ ആരുടെയെങ്കിലും പ്രാപ്തിയോ ഒന്നുമല്ല. അള്ളാഹു ഓശാരമായി തന്നത് ഒരു അമാനത്താണ്. അതിനെ പരിരക്ഷിക്കുകയും അള്ളാഹുവിന്റെ മാർഗത്തിലേക്കായി തിരിച്ചുവിടുകയും ചെയ്യുക എന്നത് ആ ഔദാര്യം കൈപ്പറ്റിയ ആളുകളുടെ ബാധ്യതയാണ്. അതുകൊണ്ടാണ് പുണ്യനബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞത്, മംവുലിദ ലഹു വലദുൻ, ആർക്കെങ്കിലും മക്കൾ ഉണ്ടായാൽ, ആണാവട്ടെ പെണ്ണാവട്ടെ, ഫൽയുഹ്സിൻ ഇസ്മഹ്, ആ കുട്ടിക്ക് നല്ല പേര് വെക്ക എന്ന് പുണ്യനബി സല്ലല്ലാഹു അലൈഹി വസല്ലം. വഅദ്ദിബുഹു, അദബ് പഠിപ്പിക്കാം. പ്രായപൂർത്തിയായി കഴിഞ്ഞാൽ അവരെ വിവാഹത്തിലേക്ക് തിരിച്ചുവിടാം. ഒരു പിതാവിന്റെ ഉത്തരവാദിത്വം, പിതാവിനെ പ്രേരിപ്പിക്കൽ മാതാവിന്റെ ഉത്തരവാദിത്വം. അള്ളാഹു ഓശാരമായി തന്നതാ മക്കള്. മക്കളെ കാണുമ്പോൾ കണ്ണിനൊരു സന്തോഷം, മനസ്സിനൊരു കുളിർമ ഉണ്ടാവണം. അള്ളാഹു തൗഫീഖ് നൽകട്ടെ. അതിന് മക്കളിൽ നിന്നും നാം ആഗ്രഹിക്കുന്ന കാര്യങ്ങൾ കിട്ടണം. പരിശുദ്ധമായ ഖുർആൻ ഇത് അവതരിപ്പിക്കുന്ന ശൈലി തന്നെ ചിന്തിപ്പിക്കാണ്. അഊദു ബില്ലാഹി മിനശ് ശൈത്വാനിർ റജീം. ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം. ലില്ലാഹി മുൽക്കുസ് സമാവാതി വൽ അർദ് യഖ്ലുഖു മാ യശാ يهب لمن يشاء إناثا ويهب لمن يشاء الذكور أو يزوجهم ذكرانا وإناثا ويجعل من يشاء عقيما إنه عليم قدير. ചിന്തിപ്പിക്കുന്ന ഒരു ആയത്താണിത്. അള്ളാഹു പറയുന്നു, ലില്ലാഹി മുൽക്കുസ് സമാവാതി വൽ അർദ് യഖ്ലുഖു മാ യശാ. ആകാശത്തിന്റെയും ഭൂമിയുടെയും സർവാധികാരവും അള്ളാഹുവിന്റെ കയ്യിലാണ്. നമ്മളൊന്നുമല്ല. അള്ളാഹു കരുണ ചെയ്യട്ടെ. ആകാശങ്ങളുടെയും ഭൂമിയുടെയും സർവ അധികാരങ്ങളും അള്ളാഹുവിന്റെ കയ്യിലാ. അവൻ ഉദ്ദേശിച്ചതൊക്കെ അവൻ പടച്ചുകൊണ്ടിരിക്കാ. അള്ളാഹു ഉദ്ദേശിച്ചവർക്ക് അള്ളാഹു പെൺമക്കളെ ഔദാര്യമായി നൽകും. ആദ്യം പറഞ്ഞതാര്യാ? ആദ്യം പെൺമക്കളെ. ആദ്യം മൂത്ത കുട്ടി പെൺകുട്ടിയായിട്ടുള്ള ആരെല്ലാം ഉണ്ട് കൂടെ? ഹബീബായ മുഹമ്മദ് മുസ്തഫ
സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടേതും മൂത്ത കുട്ടി പെൺകുട്ടി. അത് ഖുർആൻ ആ ക്രമം പറഞ്ഞപ്പോൾ മൂത്തത് ആദ്യം പറഞ്ഞത് പെണ്ണാണ്. അതൊരു ഐശ്വര്യമാണ്, പെൺകുട്ടി ഐശ്വര്യമാണ്. അതിന് ആൺകുട്ടി മൂത്തതാണെങ്കിലും ഒരു പെൺകുട്ടി ആൺകുട്ടി മുഖേന വീട്ടിലേക്ക് വരാനുണ്ടല്ലോ. മരുമകൾ എന്നത് മകള് തന്നെയാണ്, അതവിടെ ഈക്വലി. ഏതായാലും ഖുർആൻ ഇവിടെ പറഞ്ഞത് യഹബു യഹബു വഹബ യഹബു, ഹിബത്ത് അള്ളാഹുവിന്റെ ഹിബയാണ്. ഹിബ ഹിബ ഫാത്തിമ എന്നൊക്കെ മക്കൾക്ക് പേരിടാറുണ്ട്. ഈ വഹബ യഹബു ഈ വാക്കാണ് ഹിബ, അള്ളാഹുവിന്റെ ഔദാര്യം. ആദ്യം പറഞ്ഞത് പെൺമക്കളെ, വയഹബു ലിമൻ യശാഉ ദുഖൂൻ, അള്ളാഹു ഉദ്ദേശിച്ചവർക്ക് അവൻ ആൺമക്കളെ നൽകും. ചിലപ്പോൾ അല്ലാഹു ആണിനെയും പെണ്ണിനെയും നൽകും. ചിലരെ അല്ലാഹു സന്താന ലബ്ധി ഇല്ലാത്തവരാക്കും, മക്കളുണ്ടാവില്ല. അല്ലാഹു തൗഫീഖ് നൽകട്ടെ. മക്കളുണ്ടാവാൻ വേണ്ടി പ്രാർത്ഥിക്കാതെ ഒരു നബിയും പോയിട്ടില്ല. ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം. കാഫ് ഹാ യാ അയ്ൻ സാദ്. ദിക്റു റഹ്മതി റബ്ബിക അബ്ദഹു സക്കരിയ ഇദ് നാദാ റബ്ബഹു നിദാഅൻ ഖഫിയ റബ്ബി ഇന്നി വഹനൽ അൽമു മിന്നി വസ്തഅല റഅസു ശൈബ വലം അകുൻ ബിദുആഇക റബ്ബി ശഖിയ. ഒരു വയസ്സന്റെ ദുആയാണിത്. സൂറത്ത് മറിയം തുടങ്ങിയത് ഇങ്ങനെയാണ്. ആ വയസ്സനാണ് മഹാനായ സക്കരിയ നബി അലൈഹിസ്സലാം. നരബാധിച്ചിട്ട് തലമുടി തിളങ്ങാണ് എന്ന് പറഞ്ഞു. തീ കത്തിയാൽ തീപ്പന്തം കത്തി ആ തീജ്വാലയുടെ തിളക്കം പോലെ എന്റെ തലമുടി നരച്ചിട്ടങ്ങോട്ട് നരയൊക്കെ കഴിഞ്ഞ് പിന്നെ നരച്ചത് പിന്നെ നരച്ചു. അല്ലാഹുവേ, എന്റെ ശരീരം ദുർബലമാണ്, എന്റെ പിൻഗാമി എനിക്ക് ഉണ്ടാകാത്തതിൽ എനിക്ക് വിഷമമുണ്ടല്ലോ. എനിക്കൊരു പിൻഗാമി വേണമല്ലോ, നബി വേണമല്ലോ. ദ്വാരന്നിട്ട് കിട്ടിയ ഒരു മോനുണ്ട്, മഹാനായ യഹ്യ. വലിയ മഹാനാണ്. അമ്പിയാക്കളുടെ കൂട്ടത്തിൽ ഏറ്റവും വേഗത്തിൽ ഹിസാബ് പൂർണ്ണമാകുന്ന നബിയാണ്. ഈ ദുആഇന് ശേഷം പിറന്ന മോൻ മഹാനായ യഹ്യ സയ്യിദുനാ റസൂലുള്ളാഹി പഠിപ്പിച്ചിട്ടുണ്ട്. എന്തുകൊണ്ടാണെന്നറിയോ? ഈ മഹാന് ഒരു കണ്ണ് അടഞ്ഞു തുറക്കുന്ന നേരം പോലും അല്ലാ എന്ന ചിന്ത മനസ്സിൽ നിന്ന് പോയിട്ടില്ല. നബിമാരിൽ തന്നെ ഹൈ ക്വാളിറ്റിയാണ് ഈ ദുആഇന്റെ ഉൽപ്പന്നമായ ഈ വാപ്പാടെ മോൻ യഹ്യ നബി അലൈഹിസ്സലാം. 100 വയസ്സ് കഴിഞ്ഞിട്ടുണ്ട്. ഈ ദുആ എപ്പോഴാണ്? 100 വയസ്സായിട്ടും ദുആ നിർത്തിയില്ല. പരാതികളേറെയാണ്. വകാനത് ഇംറഅതി ആഖിറാ, എന്റെ പെണ്ണിന് പ്രത്യുൽപാദന ശേഷിയില്ല. ഞങ്ങളുടെ നാട്ടില് മച്ചി എന്ന് പറയും, മച്ചി. അങ്ങനെ എന്റെ പെണ്ണ് പ്രസവിക്കില്ല, പ്രത്യുൽപാദന ശേഷിയില്ല. ഞാനാകട്ടെ നരച്ചതിന്റെ പിന്നാലെ പിന്നെയും നരച്ചു. ഒരഭിപ്രായം 107 വയസ്സിലായി ദുആ. സക്കരിയ നബിയുടെ ദുആ 107 വയസ്സ്. അല്ലാഹുവേ, എന്റെ എല്ലുകൾ നുരമ്പി. വഹനൽ അൽമു മിന്നി, എന്റെ എല്ലൊക്കെ നുരമ്പി. തലമുടി നരച്ചത് പിന്നെ നരച്ചു. പ്രായമേറെ കഴിഞ്ഞു. പെണ്ണാണെങ്കിൽ പ്രത്യുൽപാദന ശേഷിയില്ല. എനിക്ക് എന്ത് വേണം? മക്കളെ വേണം. ഒരു ദുആ ഉണ്ട്. ഈ ദുആ നടന്നത് മുഴുവനും പാതിരാവില. മക്കളുണ്ടാവാൻ ഈ ദുആ തഹജ്ജുദ് നിസ്കാരത്തിന്റെ 2ാമത്തെ സുജൂദ്, തഹജ്ജുദ് നിസ്കാരത്തിന്റെ അവസാന റക്അത്തിലെ 2ാമത്തെ സുജൂദില് ഇനി പറയുന്ന ഭാഗം
നമ്മൾ ദുആയായിട്ട് ഇങ്ങനെ ചൊല്ലിപ്പോന്നാൽ മക്കളില്ലാത്തവർക്ക് മക്കളുണ്ടാവുന്ന മഹാന്മാർ പഠിപ്പിച്ചത്. റബ്ബി ഹബിലി മിൻ ലദുൻക ദുർരിയതൻ ത്വയ്യിബതൻ ഇന്നക സമീഉദ് ദുആ. റബ്ബി ഹബിലി, അല്ലാഹുവേ നീ എനിക്ക് ഓശാരമായി താ. മിൻ ലദുൻക ദുർരിയതൻ, നിന്റെ വകയായി തരണം. ദുർരിയതൻ, മക്കളും മക്കളുടെ മക്കളും പേരമക്കളും അവരുടെ മക്കളും, അങ്ങനെ പരമ്പര. ത്വയ്യിബതൻ, നല്ലവരാവണം. അല്ലാഹു തൗഫീഖ് നൽകട്ടെ. ഇന്നക സമീഉദ് ദുആ. റബ്ബി ഹബിലി, ചൊല്ലാൻ കിട്ടുമെന്ന് ചൊല്ലിക്കോ. റബ്ബി ഹബിലി മിൻ ലദുൻക ദുർരിയതൻ ത്വയ്യിബതൻ ഇന്നക സമീഉദ് ദുആ. ഇത് ഖുർആന്റെ ആയത്ത് ശകലമാ. തഹജ്ജുദ് നിസ്കാരത്തില് സലാം വീട്ടുന്നതിന്റെ തൊട്ട് മുമ്പ് ഉള്ള ലാസ്റ്റ് സുജൂദിൽ ചൊല്ലേണ്ട ദിക്റുകൾക്ക് ശേഷം ഈ ദുആ ചൊല്ലിയാൽ 3 വട്ടമെങ്കിലും ചൊല്ലണം. മക്കൾ ഉണ്ടാകാൻ എളുപ്പമാണെന്ന് മഹാന്മാരായ മശായിഖുമാര് പഠിപ്പിക്കുന്നുണ്ട്. അപ്പൊ മക്കളെ ചോദിച്ചു, മക്കൾ അലങ്കാരാണ്, നിർബന്ധമൊന്നുമില്ല. അപ്പൊ മക്കൾ ഉണ്ടായാലേ ജീവിക്കാൻ പറ്റും എന്നൊന്നുമില്ല. മക്കൾ നന്നാവണം, നല്ല മക്കൾ വേണം. നല്ല മക്കൾ വേണം. നമ്മളൊരു കോഴീനെ വളർത്തിയാലും ലക്ഷ്യമുണ്ട്, വാഴ വെച്ചാലും ലക്ഷ്യമുണ്ട്. എന്നാ മക്കളെ വളർത്തുമ്പോ അതിലേറെ ലക്ഷ്യമുണ്ട്. എന്താ മക്കളെ വളർത്തിയാലുള്ള ലക്ഷ്യം എന്താ? അവിടെ പോയി കിടക്കണേ. എവിടെ? സ്വന്തം തനിച്ച് മണ്ണറയ്ക്ക് ഉള്ളിലേ കിടക്കുന്ന നേരം തീർച്ചയാണേ നിന്നിലേ വാത്സല്യ മക്കൾ കൺതടം ഒലിക്കുന്നതാ, വന്നവിടെ നിന്നും കൊണ്ട് കൈ ഉയർത്തുന്നതാ, അവർക്കുള്ള പ്രാർത്ഥന കൊണ്ട് ഫലം നിനക്കുണ്ട്, അതുകൊണ്ട് ഖബർ വിശാലമാവലുമുണ്ട്, മൗത്തിന്റെ ശേഷം നിന്റെ മേൽ അലിവോട് പ്രാർത്ഥിക്കലും ഇവരല്ലയോ റബ്ബോട്. അല്ലാഹു തൗഫീഖ് നൽകട്ടെ. മക്കൾ അലങ്കാരമാണ്. അലങ്കാരം അനിവാര്യം അല്ല. ഈ ഓഡിറ്റോറിയത്തില് ഇതിന് പെയിന്റ് അടിച്ചു, ഒരു കോട്ടും കൂടി നല്ല പെയിന്റ് അടിച്ച ഒരു അലങ്കാരമായി. അത് അനിവാര്യമാണോ? ഇവിടുത്തെ വാടകയ്ക്ക് അതിന്റെ ഒരു പ്രത്യേകിച്ച് കൂടുതലോ കുറവൊന്നും വരുന്നില്ല, ഉണ്ടോ? ഇല്ല. അലങ്കാരം അനിവാര്യം അല്ല. അപ്പൊ മക്കള് അലങ്കാരാണെന്ന് ഖുർആൻ പറഞ്ഞു. അപ്പൊ അനിവാര്യമാണോ? അല്ല. കിട്ടിയത് ഔദാര്യ. നമുക്ക് മക്കൾ ഉണ്ടാവാന്നുള്ളത് ഒരു അലങ്കാരം മാത്രം. അള്ള തന്നോ, അത് നിനക്ക് അള്ള തന്ന ഔദാര്യ. അലങ്കാരം ഔദാര്യം അനിവാര്യം. മാറിപ്പോവരുത്. മക്കൾ അലങ്കാരമാണ്, അനിവാര്യമല്ല. കിട്ടിയോ എന്നാൽ അത് അള്ളാന്റെ ഔദാര്യമാ. അൽ മാലു വൽ ബനൂൻ സീനത്തുൽ ഹയാത്തിദ് ദുനിയ വൽ ബാഖിയാത്തുസ് സ്വാലിഹാത്തു ഖൈറുൻ ഇൻദ റബ്ബിക സവാബൻ വ ഖൈറുൻ അമലാ. സൂറത്തുൽ കഹ്ഫ്. അൽ മാലു വൽ ബനൂൻ, സമ്പത്തും മക്കളും, സീനത്തുൽ ഹയാത്തിദ് ദുനിയ, ഈ ഭൂമിയിലെ അലങ്കാരങ്ങളാ. അല്ലാഹു അത് ആഖിറത്തിലേക്ക് ഉപകാരപ്പെടുന്നതാക്കി തരട്ടെ. പെൺമക്കളുണ്ടായ ദുഃഖിച്ചിരുന്നു, കുഴിച്ചുമൂടിയിരുന്ന ഒരു കാലം. ഇപ്പോഴും ദുഃഖമുണ്ട്. പെണ്ണായി പോയതിന്റെ പേരിൽ. പെൺമക്കൾ എന്ന് പറഞ്ഞാൽ ദുഃഖമല്ല. وَإِذَا بُشِّرَ أَحَدُهُمْ بِالْأُنثَى ظَلَّ وَجْهُهُ مُسْوَدًّا وَهُوَ كَظِيمٌ. ജാഹിലിയത്തിൽ അങ്ങനെ പെണ്ണ് പിറന്നെന്ന് പറഞ്ഞ മുഖം വാടും. പെണ്ണ് സന്തോഷ. ബുഷിറ എന്നാ പറഞ്ഞത്. ബുഷിറ. വൈദാ ബുഷിറ അഹദുഹും ബിൽ ഉൻസ, പെണ്ണ് പിറന്നു എന്ന വാർത്ത അറിയിക്കപ്പെട്ടു. ആ വാർത്ത ബുഷിറ, ബശറ യുബശിറു, സ്വർഗം കൊണ്ടുള്ള സന്തോഷ വാർത്തയ്ക്ക് ഖുർആൻ ഉപയോഗിക്കുന്ന ഒരു വാക്കാണിത്. وبشر الصابرين الذين إذا
അസ്വാബത്ഹും മുസീബ ഖാലൂ ഇന്നാ ലില്ലാഹി വ ഇന്നാ ഇലൈഹി റാജിഊൻ. സൂറത്തുൽ ബഖറ. സ്വർഗം കിട്ടും എന്ന സന്തോഷം പറയാൻ ഖുർആൻ ഉപയോഗിച്ച ബഷറയാണ് പെണ്ണ് ജനിച്ചത് പറയാൻ വേണ്ടി ഉപയോഗിച്ചത്. 6-ാം നൂറ്റാണ്ടിലെ ഇരുളടഞ്ഞ ജനത ആ കുട്ടി ജനിച്ചെന്ന് കേൾക്കുമ്പോൾ മുഖം കറുത്തിരുണ്ട് കരിവാളിച്ച് വാടിപ്പോകും, ദുഃഖിച്ചു പോകും. ഈ പ്രയോഗം വൈദാ ബുശ്ശിറ അഹദുഹും ബിൽ ഉൻസാ, പെണ്ണ് ജനിച്ചത് സ്വർഗത്തിലേക്കുള്ള ഒരു സമ്മാനമാണ് എന്ന സന്തോഷം പറയാൻ വന്നപ്പോ ദക്ഷിണ കേരള ജമിയത്തുൽ ഉലമയുടെ പ്രസിഡന്റ് മർഹൂം അബുൽ ബുശ്റ ഉസ്താദ്, അറിയില്ലേ? അബുൽ ബുശ്റ ഉസ്താദ്. ഉസ്താദിന്റെ പേര് മുഹമ്മദ് മൗലവി എന്നാണ്, ബാഖവിയാണ്. അറിയപ്പെടുന്നത് ബുശ്റയുടെ വാപ്പ എന്നാണ്, അല്ലെ? അള്ളാഹു മഗ്ഫിറത്ത് കൊടുക്കട്ടെ. എന്റെ ഉസ്താദിന്റെ ഉസ്താദാണ്. നയനാര് പള്ളിയില് മുമ്പ് ദർസൊക്കെ നടത്തിയിട്ടുണ്ട്. ബുശ്റ എന്ന പ്രയോഗം ഈ ബുഷീറയിൽ നിന്ന് വന്നതാണ്. മനസ്സിലായോ? പെൺകുട്ടി ജനിച്ചത് സ്വർഗം കൊണ്ടുള്ള സന്തോഷ വാർത്തയാണെന്നാണ് ഖുർആൻ പറഞ്ഞത്. പക്ഷേ പെണ്ണിനെ കുഴിച്ചുമൂടി ജീവനോടെ. ദഹിയത്തുൽ കൽബി വന്നുകൊണ്ട് പറഞ്ഞു, 7 ഞാൻ കുഴിച്ചുമൂടി. നബിയെ 8-ാമത്തേതിനെ വളർത്തണമെന്ന് പറഞ്ഞ് എന്റെ ഭാര്യ അലമുറയിട്ടത് 8-ാമത്തേതിനെ ഞാൻ കുഴിച്ചുമൂടല്ല, വീടിന്റെ പിന്നിലെ പാറയിലടിച്ചു കൊല്ലാനാ തീരുമാനിച്ചത്. അപ്പൊ എന്റെ കാലില് വീണ് അവളുടെ നനഞ്ഞ മുടി എന്റെ കാലില് ഒരു തണുപ്പ് തന്നു. ഞാൻ നോക്കി പിടിച്ചെഴുന്നേൽപ്പിച്ചു. 7-നെയും നിങ്ങൾ കൊന്നപ്പോ ഞാൻ ഒന്നും പറഞ്ഞില്ല. 8-ാമത്തേതിനെ എനിക്ക് വളർത്തണം എന്ന് പറഞ്ഞു. 8-ാമത്തേതിനെയും വളർന്നു വന്നപ്പോ ദഹിയത്തുൽ കൽബി എന്ന് പറയുന്ന സ്വഹാബി കൊന്ന കഥ പറഞ്ഞുകൊണ്ട് മുഹമ്മദ് റസൂൽ സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ മുന്നിൽ നിന്ന് കരയുന്നുണ്ട്. അങ്ങനെ എല്ലാവരും പെണ്ണിനെ നിസ്സാരമായി കണ്ടു. സൂറത്ത് തക്വീറിന്റെ വ്യാഖ്യാനത്തിൽ മഹാനായ ഇബ്നു കഥീർ പറയുന്നുണ്ട്, ഖൈസ് ഇബ്നു ആസിം റസൂലുള്ളാഹിയുടെ മുന്നിൽ വരുന്നുണ്ട്. എന്നിട്ട് പറയുന്നുണ്ട്, യാ റസൂലല്ലാഹ് ഇന്നി വഅദ്തു 12 ബനതൻ ഫിൽ ജാഹിലിയ കാലഘട്ടത്തിൽ 12 പെൺമക്കളെ ഞാൻ ജീവനോട് കുഴിച്ചു മൂടി നബിയെ. 12 വാപ്പ കൊട്ടേഷൻ ഏൽപ്പിക്കല് സ്വന്തം കൈകൊണ്ട് ചെയ്യത്. ഇങ്ങനൊരു കാലമുണ്ട്. അവിടെയാണ് ഫാത്തിമ ബീവിയെ എന്റെ മോളാണെന്ന് പറഞ്ഞ് എന്റെ കരളിന്റെ കഷ്ണമാണ്, സ്വർഗവനിതയുടെ നേതാവ് എന്നൊക്കെ പറഞ്ഞു മുഹമ്മദ് റസൂൽ. ഒരു സഹാബി വന്ന് കരഞ്ഞു, നബിയെ എനിക്ക് 2 പെൺമക്കളായിരുന്നു. 2-ാമത്തേതിനെ ഞാൻ കുഴിച്ചു മൂടാൻ വേണ്ടി ഒരു പൊട്ടക്കിണർ കണ്ടുപിടിച്ചു. അവിടേക്ക് കൊണ്ടുപോയി. എന്റെ പൊന്നുമോള് വർത്തമാനം പറയുന്ന പ്രായമായിരുന്നു അത്. നല്ല വർത്തമാനങ്ങൾ പറയുന്നു. ആ കുഞ്ഞിളം പ്രായത്തിന്റെ കൊഞ്ചലും കുഴയലും ആ സംസാരത്തിന്റെ മനോഹാരിതയിൽ എനിക്ക് കൊതി തീർന്നില്ല നബിയെ. ഗോത്ര നിയമം കൊല്ലണമെന്ന കിണറിന്റെ വക്കിൽ കൊണ്ടുവന്ന് നിർത്തി ഞാൻ ഒളിപ്പിച്ചു വെച്ച കൈക്കോട്ട് മാറ്റിപ്പിടിച്ചു. ഒരൊറ്റ തള്ളങ്ങ് കൊടുത്തപ്പോൾ എന്റെ പൊന്നുമോളുടെ ശിരസ് ചെന്ന് ആ കിണറിന്റെ അടിയിലെ പാറയിലെ എന്റെ പൊന്നുമോളുടെ ശിരസടിച്ച് വീണപ്പോൾ അവൾ കരഞ്ഞ ശബ്ദം ഞാൻ കേട്ടു. ശിരസടിച്ച് വീണ ശബ്ദം ഞാൻ കേട്ടു. എന്നിട്ടോ അവൾ നിലവിളിക്കുമ്പോ കിണറിന്റെ മുകളിൽ നിന്നും ഞാൻ മണ്ണ് കോരിയ കുട്ടിയുടെ ശരീരത്തിലേക്ക് വാരി വാരിയിടുമ്പോൾ എന്റെ പൊന്നുമോളുടെ വായിലേക്ക് ഞാൻ ഇട്ടുകൊടുത്ത മണ്ണ് തുപ്പിക്കളഞ്ഞിട്ട് ഉപ്പാ എന്ന് വിളിച്ച ശബ്ദം എന്റെ കാതിലുണ്ട് നബിയേ. എനിക്ക് തൗബയുണ്ടോ എന്ന് പൊട്ടിക്കരഞ്ഞു ചോദിച്ച ആ മനുഷ്യനാണ് മഹാനായ സയ്യിദുനാ ഉമർ ഇബ്നുൽ ഖത്താബ്. ഒരു കാലം അങ്ങനെ ഉണ്ട്, ഒരു കാലം അങ്ങനെ ഉണ്ടായിരുന്നു. ഡാർക്ക് ഏജ് എന്നാണ് ചരിത്രം പറഞ്ഞത്. അവിടെ വെച്ചോണ്ട് പറഞ്ഞു പെൺമക്കൾ സ്വർഗത്തിലേക്ക്. ഒരു സ്വഹാബി വനിത വന്നു ആയിഷാ ബീവിയുടെ വീട്ടിലേക്ക്. സ്വഹീഹുൽ ബുഖാരി സ്വഹീഹ് മുസ്ലിം വന്നു. ആ പെണ്ണിന്റെ കയ്യില് 2 പെൺമക്കളുണ്ട്. വന്നത് തസ്അലുനി, എന്തിനു തരോ എന്ന് ചോദിച്ചിട്ടാ വന്നത്. ആയിഷബിയുടെ വീട്ടിൽ വന്ന് ചോദിച്ചു. ഫലം തജിദ് ഇൻദി ഗൈറ തംറത്തിൻ വാഹിദ. കുറേ തപ്പി നോക്കി, അവിടെ പരിധി നോക്കിയപ്പോ അലമാരയുടെ മൂലയിൽ ഒരു ചെറിയ
തമ്ര ഉണ്ട്, ഒരു ചെറിയ ഉണങ്ങിയ ഈത്തപ്പഴമുണ്ട്. ഞാനത് കൊണ്ടുവന്ന് സന്തോഷത്തോടു കൂടെ എന്റെ മുന്നിൽ എന്തെങ്കിലും തരോന്ന് 2 പെൺകുഞ്ഞുങ്ങളെയും കൊണ്ട് വീട്ടിൽ വന്ന ആ ഉമ്മ ചോദിച്ചപ്പോ ഞാനത് കൊടുത്തു. എന്റെ മുന്നിൽ വെച്ച് ആ ഉമ്മ ആ ഈത്തപ്പഴത്തെ 3 ആക്കിയില്ല, 2 പൊളിപ്പായി പിളർപ്പായി എടുത്തിട്ട് 2 കഷ്ണവും 2 പെൺമക്കളുടെ വായിൽ വെച്ചു കൊടുത്തു. എന്നിട്ട് ചിരിച്ച് സന്തോഷിച്ച് സലാം പറഞ്ഞു പോയി. അള്ളാഹുവിന്റെ ഹബീബ് കടന്നു വന്നു. ഞാൻ നബി തങ്ങളോട് പറഞ്ഞു, ഇങ്ങനെ ഒരു അനുഭവം ഉണ്ടായി. ഒരു പെണ്ണ് വീട്ടിൽ വന്നു, ഒന്നുണ്ടായില്ല കൊടുക്കാൻ, 2 പെൺകുട്ടികൾ ഉണ്ടായിരുന്നു. ഞാനൊരു ഈത്തപ്പഴം കൊടുത്തു. അവളത് 2 ആക്കി 2 മക്കളുടെ വായിൽ വെച്ചു കൊടുത്തു. ചിരിച്ച് കളിച്ച് മുറ്റത്ത് നിന്ന് പോയി. ഹബീബായ നബി തങ്ങളുടെ മനസ്സലിഞ്ഞു പോയി. അള്ളാഹുവിന്റെ ഹബീബിന്റെ മനസ്സലിഞ്ഞു. അവിടുന്ന് പറഞ്ഞു, മനുബുത്തുലിയ മിൻ ഹാദിഹിൽ ബനാത് ഫഅഹ്സന ഇലൈഹിന്ന കുന്ന ലഹു സിതറം മിനൻ നാർ. പെണ്ണുണ്ടായതിന്റെ പേരിൽ സങ്കടപ്പെട്ടു പോയ വാപ്പാ, സങ്കടപ്പെടണ്ട. മക്കൾക്ക് നല്ലത് ചെയ്തു, അല്ലാഹ് വേറെ തരും. അങ്ങനെയെങ്കിൽ ആ പെൺമക്കൾക്ക് നീ ചെയ്ത നന്മകൾ, ആ പെൺമക്കളിൽ നീ കൊടുത്ത സ്വലാഹിയത്ത് അവര് നന്നായെങ്കിൽ, നീ ഏതെങ്കിലും ഒരു കാരണത്താൽ നാളെ നരകത്തിലേക്ക് പോകുന്ന ഒരു സാഹചര്യം ഉണ്ടായാൽ, നിന്റെ മോള് മുന്നിൽ വന്ന് നിന്നെ തടഞ്ഞു നിർത്തും. ഉപ്പാന നരകത്തിൽ വിടാൻ പറ്റൂല. ഖാല റസൂലുള്ളാഹി, എന്റെ ഉപ്പാനെ വിടാൻ പറ്റൂല, എന്നെ വളർത്തി ഇവിടം വരെ ആക്കാൻ എന്റെ ഉപ്പ കഷ്ടപ്പെട്ടതാ. അല്ലെങ്കിലും പെൺമക്കൾ അങ്ങനെയാ. ഉപ്പ എന്ന് പറഞ്ഞ ഒരു വീക്ക്നെസ് ആണ് അവർക്ക്, ഭയങ്കര സ്നേഹ. അങ്ങനെയാ. ഒരു ഹദീസ് കേട്ടോ, സ്വഹീഹ് മുസ്ലിം, ഇമാം തുർമുദി ഉദ്ധരിക്കുന്നുണ്ട്. അനസ് ഇബ്നു മാലിക് റളിയല്ലാഹു അൻഹു ഖാല റസൂലുള്ളാഹി മൻ അല ജാരിയതൈൻ ഹത്താ തബ്ലുഗാ ജാഅ യൗമൽ ഖിയാമ അന വഹുവ വലമ്മ അസാബിഅഹ്. 2 പെൺമക്കളെ ഒരാള് വളർത്തി വലുതാക്കി, അത് സ്വന്തം പെൺമക്കളാവാ. അനിയൻ മരിച്ചുപോയി, അനിയന്റെ മക്കളെ ഈ മുത്തപ്പായ വളർത്തിയത്. അല്ല, വാപ്പ നേരത്തെ മരിച്ചു, പെങ്ങന്മാരുണ്ട്, ഒക്കെ എന്നെക്കാൾ ഇളയതാ, ഞാൻ എല്ലാരെയും വളർത്തി കെട്ടിച്ചയച്ചു. 2 പെൺമക്കള്, അത് ഏത് വകുപ്പിലാവാം. അവർക്കൊരു ജീവിതം കൊടുത്താൽ, ആ ജീവിതം കൊടുത്ത, അവരെ സംരക്ഷിച്ച ആ പിതാവ്, പിതാവിന്റെ സ്ഥാനത്ത് നിൽക്കുന്ന ആള്, പിതാവിന്റെ പിതാവാവാം, അല്ലെങ്കിൽ ആങ്ങളെയാവാം. അവര് മഹ്ശറയിൽ വരുമ്പോൾ അവിടെയല്ല, മഹ്ശറയിൽ അവര് വരുന്നത് എന്റെ തോളിനോട് ചേർന്ന് നിന്നുകൊണ്ടാ. സയ്യിദുനാ റസൂലുള്ളാഹി, റസൂലുള്ളാഹിയുടെ തോളിനോട് ചേർന്ന് നിന്ന് പോരാൻ ആ ഫ്രണ്ടിൽ സ്വഹാബികളുടെ കൂടെ ആ വാപ്പ ഉണ്ടാവുന്നു, മുഹമ്മദ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം. മൻഅല സലാസ ബനാത്, ഹദീസ് കേട്ടോളൂ, അബൂ ദാവൂദ് ഇമാമിന്റെ സുനനിലുണ്ട്. നബി സഈദ് അൽ ഖുദരി ഖാല റസൂലുള്ളാഹി من عال 3 بنات فأدبهن وزوجهن وأحسن إليهن فله الجنة. 3 പെൺമക്കൾ പഠിപ്പിച്ചു, വളർത്തി, ഇസ്ലാമിക തർബിയത്ത് കൊടുത്തു, നല്ല മക്കൾ കെട്ടിച്ചയച്ചു, സാലിഹീങ്ങളാ കല്യാണം കഴിച്ചത്. കല്യാണ ശേഷവും വാപ്പാനെ കൊണ്ട് പറ്റണതൊക്കെ പെൺമക്കൾക്ക് ചെയ്തു കൊടുത്തു. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം ഫാത്തിമ ബീവിക്ക് കൊടുത്ത ഒരു ആസുകല്ലുണ്ടായിരുന്നു, മാവരയ്ക്കാൻ. ആസുകല്ലെന്നല്ല ഇതിന് പറയാം, ഉണ്ടായിരുന്നു. ഒരു ചൂലുണ്ടായിരുന്നു, വാപ്പ കൊടുത്തുവിട്ട. അങ്ങനെ വാപ്പ കൊടുത്തുവിടുന്നത് പെൺമക്കൾക്കൊരു പ്രിയപ്പെട്ടത് തന്നെ, കൊടുക്കാവുന്നതാണ്. തഹാബു തഹാദു, ഹുബുണ്ടാവണമെങ്കിൽ അങ്ങോട്ടും ഇങ്ങോട്ടും ഹദിയ കൊടുക്കണം. കൊടുക്കാലോ, വാപ്പാക്കണ്ടി കൊടുക്കണതിനോട് പിടിച്ചു വരച്ച് മേടിച്ചുണ്ടാവാതിരുന്ന മതി. പെണ്ണിനെന്തുണ്ട് എന്ന് ചോദിച്ചു വന്ന് കല്യാണാലോചിക്കുന്നവൻ കള്ളനാണെന്ന് മഹാനായ ഇമാം ഗസ്സാലി ഇഹ്യ പറയുന്നുണ്ട്. അവൻ കള്ളൻ. എന്തുണ്ടെന്ന് ചോദിച്ചു വന്നിട്ട് അതല്ല, ഉണ്ടാവണ കൊടുത്തിട്ട് ഹദിയ കൊടുത്തിട്ട് അപ്പ കണ്ടി കൊടുക്കാം. അപ്പൊ പിന്നെ ആർക്ക് വെച്ച്? അള്ളാഹുവിന്റെ ഹബീബ് പറഞ്ഞു, കല്യാണ ശേഷവും എന്തെങ്കിലും ചെയ്തു അപ്പനോട് പറ്റണ പോലെ അതൊരു മിഠായി മേടിച്ചു കൊടുത്താണെങ്കിൽ. എന്നാലും ഇപ്പോഴും ഉണ്ട് ചില വലിയ പ്രായമുള്ള വാപ്പ 10-15 വയസ്സുള്ള മോളെ കാണുമ്പോ നാരങ്ങ മിഠായി. വാപ്പ ഇപ്പൊ എനിക്ക് ഷുഗർ, വാപ്പ ഇരിക്കട്ടെടി ഞാൻ അല്ല. അങ്ങനെ ഉണ്ട്. ആ പഴയ കാലത്ത് ആ പുന്നാരിക്കൽ ഇപ്പോഴും ഉണ്ടാവും. അങ്ങനെ ഉണ്ട്. അല്ലാഹുവേ, സ്വർഗം ഉണ്ടെന്ന ഒരു രസകരമായ ഹദീസ് പറയാൻ ഞാൻ അവസാനിപ്പിക്കാം.
ഇമാം അഹ്മദ് അവിടുത്തെ മുസ്നദിൽ ഉദ്ധരിക്കുന്നു, മൻ അല സലാസ ബനാതഹു മിസ്ലഹുന്ന മിനൽ അഖ്വാത്ത്. 3 പെൺമക്കൾ അല്ലെങ്കിൽ സഹോദരന്റെയോ സഹോദരിയുടെയോ മക്കൾ, ഒരു സഹോദരന്റെ ഒരു മോള്, വേറൊരു സഹോദരന്റെ ഒരു മോള്, ഇവിടുത്തെ ഒരു മോള്, അങ്ങനെ 3 എണ്ണായി, അങ്ങനെ ആവാം. അതിൽ 3 പെങ്ങന്മാര്. 3 പെൺമക്കൾക്ക് ഒരാള് സംരക്ഷണം നൽകി അവരോട് കരുണ ചെയ്തു, അവർക്ക് നല്ലൊരു ജീവിതം കൊടുത്തു, അദബ് പഠിപ്പിച്ചു. അല്ലാഹു സ്വർഗം കൊടുക്കും. 3 പെൺമക്കൾക്കാണ് സംരക്ഷണം നൽകിയതെന്ന് സയ്യിദുനാ റസൂലുള്ളാഹി. 3 പെൺമക്കൾക്കാണ് സംരക്ഷണം നൽകിയത് എങ്കിൽ സ്വർഗം കൊടുക്കും. ഒരു സ്വഹാബി എണീറ്റ് ചോദിച്ചു, നബിയെ വസനത്തേനി 3 ഇല്ല, എനിക്ക് 2 പെൺമക്കളാ ഉള്ളത്, ആ പ്രതിഫലം എനിക്ക് കിട്ടോ? ഖാല വിസനത്തേനി, 2 പെൺമക്കൾക്ക് സംരക്ഷണം കൊടുത്താലും ഈ സ്വർഗം കിട്ടുമെന്ന് സയ്യിദുനാ റസൂലുള്ളാഹി. മഹാനായ ഇബ്നു അബ്ബാസ് തങ്ങൾ പറയാ, ഹത്താലൗ ഖാലു ഔ വാഹിദ, നബിയെ എനിക്കുള്ളത് ഒറ്റ മോളാണെന്ന് ഒരു വാപ്പ അവിടുന്ന് എഴുന്നേറ്റ് പറഞ്ഞിരുന്നുവെങ്കിൽ ഫഖാല വാഹിദ, ഒറ്റ മോളെ വളർത്തി ഇതുപോലെ നല്ല രീതിയിൽ ജീവിതം കൊടുത്താൽ ആ പിതാവിനും ഒറ്റ മോളുടെ വാപ്പാക്കും സ്വർഗം എന്ന് സയ്യിദുനാ റസൂലുള്ളാഹി. മക്കൾക്ക് അദബ് പഠിപ്പിക്കണം. സ്നേഹം മാത്രം കൊടുത്താൽ പോരാ, ശകാരിക്കണം. ഇന്ന് ശകാരിക്കണം നോക്കി കൊണ്ട് ശകാരിച്ചിട്ട് പോക്സോയൊക്കെ ചാർജ് ചെയ്യുന്ന വാപ്പായും ഉമ്മായും ഉസ്താദും സാറും ട്യൂഷൻ ടീച്ചറൊന്നുമില്ല, ആരായാലും. അങ്ങനെ മക്കൾ ചീത്തയാവാനുള്ള എല്ലാ സാഹചര്യങ്ങളും നമ്മുടെ ചുറ്റുപാടിൽ വന്നു. നിയമ പ്രൊട്ടക്ഷൻ. അവർക്ക് 18 വയസ്സായ അവർക്ക് ഇഷ്ടമുള്ളവരുടെ കൂടെ പോ, ആർക്കും തടയാൻ. എന്തൊരു കാലമാണ് നമ്മൾ ജീവിക്കുന്നത്. അള്ളാഹു കാത്തുരക്ഷിക്കട്ടെ. മക്കളുണ്ടായ ആദ്യത്തെ 7 വയസ്സ് അവരുടെ കൂടെ നമ്മൾ 7 വയസ്സ് വരെ, 7 വയസ്സുകാരനാവണോ 6 വയസ്സുകാരനാവണോ 5 വയസ്സുകാരനോ കളിക്കണം. 7 വയസ്സ് വരെ. 7 മുതൽക്ക് 14 വയസ്സ് വരെ തല്ലണ്ടടുത്ത് തല്ലിയേ പറ്റും. ശകാരിക്കണം, നിർബന്ധിച്ച് ചെയ്യിക്കണം. 14 മുതൽ 21 വരെ കൂട്ടുകൂടണം. ഏറ്റവും നല്ല കൂട്ടുകാരൻ വാപ്പയാവണം, ഏറ്റവും നല്ല കൂട്ടുകാരി ഉമ്മയാവണം. എന്നാലാണ് ആ +2 പഠിക്കുന്ന പ്രായത്തില് എന്തെങ്കിലുമൊക്കെ ഒന്ന് മൂടി വെക്കണതുണ്ടെങ്കിൽ ഒന്ന് പറയണമെങ്കിൽ നല്ല കൂട്ട്, എന്റെ വാപ്പ അറിയാത്ത എന്റെ ഉമ്മ അറിയാത്ത ഒന്നുമില്ല, അവിടം വരെ. അപ്പൊ ഇങ്ങനെ ഒരു പ്രായം നമുക്ക് മഹാന്മാരായ മുഹദ്ദിഥീങ്ങൾ തരപ്പെടുത്തി തരുന്നുണ്ട്. സന്താനങ്ങൾ നന്നായില്ലെങ്കിൽ ശത്രുക്കളാണ്, മഹ്ശറിൽ വരും, അള്ളാഹുവോട് ചോദിക്കും. ആ 2 പേര് ഇവിടെ ഉണ്ടെന്നാ പറഞ്ഞു. ഇവിടെ അള്ളാഹ് 2 പേര് വഖാലല്ലദീന കഫറു റബ്ബനാ അരിനല്ലദീനി അദല്ലനാ മിനൽ ജിന്നി വൽ ഇൻസ് നജ്അൽഹുമാ തഹ്ത അഖ്ദാമിനാ ലിയകൂനാ മിനൽ അസ്ഫലീൻ. ഇവിടെ ഉണ്ടെന്നാ പറഞ്ഞത്. എവിടെയാ അല്ലാഹ്? ഒന്ന് കാണിച്ചു തരോ, എനിക്കൊന്ന് കാണിച്ചു തരോ. കാണിച്ചു തന്നാൽ ഞാൻ ഇവിടെ ഇട്ട് ചവിട്ടും. അങ്ങനെ എന്റെ കാലിന്റെ ചുവട്ടിലിട്ട് ഞാൻ ചവിട്ടി മെതിക്കും. ഒന്ന് കാണിച്ചു തരൂ. അവരാണ് അല്ലല്ലാന എന്നെ വഴിപിഴപ്പിച്ചതെന്ന് വാപ്പാക്കും ഉമ്മാക്കുമെതിരെ മക്കള് പറയുന്ന ഒരു മഹ്ശറയുണ്ടെന്ന് ഖുർആൻ. അള്ളാഹു കാത്തുരക്ഷിക്കട്ടെ. അതുകൊണ്ട് സ്നേഹം വേണം. അള്ളാഹുവിന്റെ ഹബീബിന്റെ മുന്നിലിരിക്കുമ്പോൾ ഇമാം ബുഖാരി അവിടുത്തെ സ്വഹീഹിൽ ഉദ്ധരിക്കുന്ന നബി ഹുറൈറ റളിയല്ലാഹു അൻഹു ഖബ്ബല റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം അൽ ഹസൻ ഇബ്നു അലി വഇൻദഹു അൽ അഖ്റഅ ഇബ്നു ഹാബിസ് അൽ-തമീമി. ജാലിസൻ അഖ്റഅ ഇബ്നു ഹാബിസ് എന്ന് പറയുന്ന മനുഷ്യനുണ്ട്. ഹസൻ റളിയല്ലാഹു അൻഹുവിനെ റസൂൽ അങ്ങനെ ചുംബിച്ചുകൊണ്ടിരിക്കുക. അഖ്റഇനെ ഇഷ്ടപ്പെട്ടില്ല. അഖ്റഅ പറഞ്ഞു, ഇന്നലി അശ്റതൻ മിനൽ വലദി, നബിയെ ആണും പെണ്ണുമായി 10 എണ്ണമുണ്ട് എന്റെ വീട്ടില്. മാ ഖബ്ബൽതു അഹദം മിൻഹും അഹദ, ഇന്ന് വരെ അവരിൽ ഒരെണ്ണത്തിനെയും ഞാൻ ചുംബനം കൊടുത്തിട്ടില്ലെന്ന് അഖ്റഅ പറഞ്ഞപ്പോൾ റസൂലുള്ളാഹിയുടെ മുഖം വിവരണമായി. ഫനദറ ഇലൈഹി റസൂലുള്ളാഹി ഫഖാല മൻ ലാ യർഹം ലാ യുർഹം. കരുണ ചെയ്യാത്തവനോട് അല്ലാഹ് കരുണ ചെയ്യില്ല. കുഞ്ഞുങ്ങളോട് കരുണ വേണം, സ്നേഹം വേണം. ശകാരിക്കേണ്ട പ്രായമാകുമ്പോൾ ശകാരുണ്ടെങ്കിലും സ്നേഹം വേണം. അവർക്ക് തോന്നണം അത് സ്നേഹമുണ്ട് എന്ന് തോന്നൽ അവർക്ക് വരണം. പുന്നാരിച്ച് വശലാക്കി തലേ കയറ്റി വെച്ച് പറയണതൊക്കെ 24 മണിക്കൂർ അവർ ചോദിക്കുന്നതൊക്കെ വാങ്ങിക്കൊടുത്ത് അതൊന്നുമില്ല. ചോദിക്കുന്നൊക്കെ കൊടുക്കണം എന്നുള്ളത് സ്നേഹമല്ല.
അങ്ങനെയുണ്ട്. ചോദിക്കുന്ന ഒക്കെ കൊടുക്കാനാണെങ്കിൽ കുട്ടി ചോദിച്ചു തീക്കൊള്ളി കൊടുക്കോ, പിച്ചാത്തി വെച്ച് കൊടുക്കോ? ഇല്ല. ചോദിക്കുന്നതൊക്കെ കൊടുക്കണമെന്നല്ല, അവരുടെ പ്രായത്തിന് ചോദിക്കാത്ത നമ്മൾ കൊടുത്തല്ലോ. കരിവള കൊടുത്തു, കൺമശി കൊടുത്തു. ഇനിയും അവർ ചോദിക്കാതെ അവർക്ക് ഏറ്റവും പ്രിയപ്പെട്ടത് നമ്മൾ കൊടുക്കാൻ, അവരത് സ്വീകരിക്കാൻ ഉണ്ടാകുന്ന അവിടെ വരെ അവരെ വളർത്തണം. അതവരുടെ വിവാഹം. അള്ളാഹു തൗഫീഖ് നൽകട്ടെ. ജീവിതത്തിൽ മക്കൾ ഉപകാരപ്പെട്ടില്ലേ, പോയില്ലേ, അദബ് പഠിപ്പിക്കണം. ആദ്യം ആ ചെരുപ്പ് ഏത് കാലിലിടാ, ഉമ്മായും വാപ്പായും ഉപദേശിക്കാനുള്ള യോഗ്യത ആദ്യം ഉണ്ടാക്കിയെടുക്കണം. ഉമ്മയും വാപ്പയും ഉപദേശിക്കാനുള്ള യോഗ്യത, ഉമ്മയും വാപ്പയും വലുതാണെന്ന് തോന്നല്. മഹാനായ സയ്യിദുനാ മൂസാ അലൈഹിസ്സലാം തുർസീനാ പർവ്വതത്തിന്റെ പാറക്കെട്ടിലേക്ക് വളരെ പരിശീലനത്തോടുകൂടെ ഓടിക്കയറുമായിരുന്നു. ഓടിക്കയറും. ഒരു ദിവസം മഹാനവറുകൾ പാറക്കെട്ടിന്റെ മുകളിലേക്ക് ഓടിക്കയറുമ്പോൾ പെട്ടെന്ന് കാലൊന്ന് പതറി താഴേക്ക് ഉരുണ്ടു പോരാതെ ഒരു പാറയുടെ മുകളിൽ കെട്ടിത്തൂങ്ങി പിടിച്ചു നിന്നു. അള്ളാഹുവോട് ചോദിച്ചു, മഹാദായ റബ്ബി, പടച്ചോനെ ഇതെന്തൊരു മറിമായം. പിച്ചവെച്ച കാലം മുതൽക്ക് തുരിസീന പർവ്വതത്തിന്റെ പാറക്കെട്ടുകളെ അനുസ്യൂതം അതിലേക്ക് പരിശീലനത്തോടുകൂടെ ഓടിക്കയറി വന്നിരുന്നു ഞാൻ ഇന്നവരെ കാല് പതറിയിട്ടില്ല. അല്ലാഹ് എന്തു പറ്റി? അള്ളാഹു പറഞ്ഞു, മൂസാ നബിയെ, ഉമ്മ മരിച്ചിട്ടുണ്ട്, അതാ കാലിവിടെ തെറ്റിയത് എന്ന് അള്ളാഹു പറഞ്ഞു. അങ്ങയുടെ ഉമ്മ മരിച്ചിട്ടുണ്ട്, അതാണ് അങ്ങയുടെ കാല് ഇവിടെ തെന്നിയത്, തെറ്റിയത്, ഇടറിയത് എന്ന് അള്ളാഹു മൂസാ നബിയോട് പറഞ്ഞു. എന്തുകൊണ്ട്? ഈ ഉമ്മാടെ ദുആ അവിടെ മുറിഞ്ഞു. ഉമ്മാടെ ദുആ അവിടെ മുറിഞ്ഞു. ദുആരക്കാനാവണം ഉമ്മാടെ നാവ്. എപ്പോഴും ദുആരക്കണം. അല്ലാഹു തൗഫീഖ് നൽകട്ടെ. മക്കൾ നന്നാവാൻ വേണ്ടിയിട്ടൊരു ദുആ ഉണ്ട്, പറയാം. സിമ്പിളായിട്ടുള്ള ദുആ. മക്കളും നന്നാവും, ഭർത്താവും നന്നാവും, കുടുംബം ആകെ നന്നാവും. നന്നായിട്ട് അവര് നന്നാവാനുള്ള ഒരു ടിപ്പാണ് ഇത്. അങ്ങനെ മനസ്സിലാക്കിയിട്ടാണ് ദുആ. റബ്ബനാ ഹബ് ലനാ മിൻ അസ്വാജിനാ വദുർരിയതിനാ ഖുർറത അയുനിൻ വജഅൽനാ ലിൽ മുത്തഖീന ഇമാമാ. ഈ ദുആ എന്താ അതിന്റെ അർത്ഥം? അല്ലാഹുവേ, നീ തന്ന ഭാര്യ അല്ലെങ്കിൽ നീ തന്ന ഭർത്താവ്, നീ തന്ന മക്കള്, മക്കളുടെ മക്കള്, അവരെ കാണുമ്പോൾ എന്റെ മനസ്സിന് സന്തോഷം ഉണ്ടാവണം. ആ രീതിയിലുള്ള ഒരു വളർച്ചയും പക്വതയും ഉയർച്ചയും ഒക്കെ അവർക്ക് നീ നൽകണം. അവരാവട്ടെ നല്ലവരാവണം, അവര് മുത്തഖീങ്ങളാവണം. മുത്തഖീങ്ങളായ അവരുടെ മുന്നിൽ നിൽക്കാനുള്ള യോഗ്യത, അവരോട് എന്തേലും പറഞ്ഞ് അവരെ ശകാരിക്കാനും ശാസിക്കാനുമുള്ള ഒരു യോഗ്യത, അർഹത അത് എനിക്കും തരണം. വജഅൽനാ ലിൽ മുത്തഖീന ഇമാമ. ഈ ദുആ 5 നേരം നിസ്കാരത്തിലും നമുക്ക് പരമാവധി കൊണ്ടുവരാവുന്ന, നിസ്കാരം കഴിഞ്ഞിട്ട് ആണെങ്കിലും ഇത് ചൊല്ലാവുന്നതാ. നമ്മുടെ പ്രധാന ദുആകളിലൊക്കെ ഇത് ഉണ്ടായാൽ മക്കൾ നന്നാവും, വേറെ എവിടെയും പോണ്ട. അല്ലാഹു തൗഫീഖ് നൽകട്ടെ. ഭർത്താവ് നന്നാവും, ഭാര്യ നന്നാവും, എല്ലാവരും നന്നാവും. അങ്ങനെ ഒരു മരുന്ന് പറയാതെ ഈ പ്രശ്നങ്ങളൊന്നും ഭൂമിയിൽ അള്ളാഹു സൃഷ്ടിക്കില്ലല്ലോ. അള്ളാഹു നമുക്ക് തൗഫീഖ് നൽകി അനുഗ്രഹിക്കട്ടെ. അവരെ അദബ് പഠിപ്പിച്ച് അവരെ പ്രാപ്തരാക്കൽ നമ്മുടെ ബാധ്യതയാണ്. ഉമ്മാക്ക് ഒരുപാട് കാര്യങ്ങൾ മക്കളെ പഠിപ്പിക്കാനുണ്ട്. ലോകത്ത് ഒരു മകൻ വളർന്ന് വലുതായിട്ടുണ്ടെങ്കിൽ അത് ഉമ്മ മുഖേനേ ഉള്ളൂ. ഉമ്മ മുഖേന. ആദ്യത്തെ മദ്രസ ഉമ്മയാണെന്ന് പുണ്യ നബി. ലോകത്ത് ഉമ്മയോളം വലിയ വിദ്യാലയം വേറെയില്ല. ഒരു കുഞ്ഞിന് ജനിച്ചു വീഴുമ്പോൾ അതിന്റെ ആഹാരം എവിടെ എന്ന് ക്ലാസ് എടുത്ത് കൊടുക്കേണ്ട ആ മാറിടത്തിന്റെ മണം അവൻ അറിഞ്ഞാൽ ആദ്യത്തെ അറിവ് അത് തന്നെയാ, അവന്റെ ആഹാരം അവിടെ എന്ന്. അവൻ ആദ്യം ഊഞ്ഞാല കെട്ടി ആടി പാടിയത് ആ ഉമ്മാടെ കഴുത്തിലാണ്. ആദ്യം അവൻ ഉച്ചരിച്ചതും ഒരു പക്ഷേ മിണ്ടിത്തുടങ്ങാൻ ശ്രമിക്കുന്ന പിഞ്ചിളം ചുണ്ടിന്മേലം മിഞ്ഞ പാലോടൊപ്പം അമ്മ എന്നുള്ള 2 അക്ഷരമല്ലയോ സമ്മേളിച്ചിടുന്നതൊന്നാമതായി. ചിലപ്പോ ആദ്യം പറഞ്ഞത് അള്ളാന്നാവില്ല, അമ്മാന്നാവും, അലി ഉമ്മാന്നാവും. അലിഫിന് നമ്മിട്ടാലും കുഴപ്പമില്ല, ഫതഹ് ഇട്ടാലും കുഴപ്പമില്ല. അമ്മയായാലും ഉമ്മയായാലും ഹർക്കത്ത് തന്നെയാണ്, രണ്ടും തന്നെയാണ്. അമ്മച്ചി എന്ന് പറയാറുണ്ട് ഹാനഫികൾ, അങ്ങനെ പറയലുണ്ട്. അത്തച്ചി, അമ്മച്ചി അങ്ങനെ പറയലുണ്ട് അല്ലേ? ഇവിടെ ഹാനഫികളില്ല.
ഹനഫി സഹോദരങ്ങൾ അങ്ങനെ പറയുന്നുണ്ട്, അമ്മച്ചി, അത്തച്ചി അങ്ങനെയൊക്കെ പറയുന്നുണ്ട്. അപ്പൊ ഏതാകട്ടെ, അങ്ങനെ മക്കളുണ്ടാവാൻ ദുആകൾ വേണം, എപ്പോഴും വേണം. അദബ് പഠിപ്പിക്കണം. എന്താ അദബ്? അദബ് ഒന്നും അറിയില്ല. അദബ് വാപ്പ മോനെ, അത് വാപ്പടാ എന്ന് ആര് പറയണം? ഉമ്മ പറഞ്ഞു. വാപ്പാനോട് അങ്ങനെ പറയാൻ പാടില്ല. ഉമ്മയോട് മോനെ ഇവിടെ വന്ന്, സംഗതി നീ 9ാം ക്ലാസ്സിലേക്കാ പഠിക്കണേ, എനിക്ക് തന്നെ വലിയ ഇഷ്ടമാണ്, നീ പറഞ്ഞൊക്കെ മേടിച്ചിട്ട്, പക്ഷെ അത് നിന്റെ ഉമ്മയാണ്, മേലെ ചെയ്യലില്ല, ഞാൻ പറയൂല, എന്നാ പോയി സോറി പറയും. ഇനി ഉമ്മ ചെയ്യില്ല, ഞാൻ ഒരു 10 പ്രാവശ്യം കുട്ടിയോട് പറഞ്ഞ 11ാമത്തെ പ്രാവശ്യം അവൻ ആ പൊട്ടിത്തെറിക്കുന്ന ഒരു പ്രായമുള്ള ഒരു 8ാം ക്ലാസ്സോ 9ാം ക്ലാസ്സോ ഒക്കെ അവന് പതുക്കെ ഒന്ന് ബ്രേക്ക് ഇടും. ഇത് വേണോ വേണ്ട, ഇത് കഴിയുമ്പോ വാപ്പ വിളിച്ചതിന് പറഞ്ഞാലോ മോശല്ലേ? അത് പറയാൻ നമുക്ക് കഴിയണം. അതെങ്ങനെയാ? നമ്മുടെ വീട്ടിൽ നമുക്ക് അതിനുള്ള യോഗ്യതയില്ല. കാരണം മക്കളുടെ മുന്നിൽ വെച്ച് അവരെ അനുകരിക്കാനുള്ള എല്ലാം കാട്ടിക്കൂട്ടി നമ്മൾ തന്നെയാ. അങ്ങനെയാ മക്കളോട് ഉപദേശങ്ങൾ കൊടുക്കുമ്പോൾ, അദബുകൾ പറഞ്ഞു കൊടുക്കുമ്പോ ഇതിനുള്ള യോഗ്യത. ഒരു ഉദാഹരണം പറയാം. ഹബീബായ നബിയുടെ മുന്നിൽ ഒരിക്കൽ ഒരു സ്വഹാബി കുറച്ച് പാല് കൊണ്ടുവന്നു. പാല് കൊണ്ടുവന്ന സദസ് ഇങ്ങനെ അദബാണ് പറയുന്നത് കേട്ടോ. അദബ് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം നടുക്കിരിക്കുന്നു. മജ്ലിസിന്റെ ഹെഡ് റൈറ്റില് വലത് സൈഡിൽ ആരായിരിക്കും? വലത്തെ സൈഡില്? സ്വാഭാവികമായിട്ടും ആ മജ്ലിസ് ഒന്നും ഇങ്ങനെ ചിത്രീകരിക്കാൻ മനസ്സിൽ ആരായിരിക്കും? വലത്തെ സൈഡില് ഒന്നാമതിരിക്കുന്ന ആരായിരിക്കും? സയ്യിദുന അബൂബക്കർ സിദ്ദീഖ് റളിയല്ലാഹു അൻഹു. അതിന്റെ തൊട്ടപ്പുറത്ത് ആരായിരിക്കും? ഉമർ ഇബ്നുൽ ഖത്താബ്. അങ്ങനെ ആയിരിക്കുമല്ലോ. പക്ഷെ അന്ന് ഈ സ്വഹാബി പാലും കൊണ്ടുവന്നത് ഇമാം ബുഖാരി അവിടുത്തെ സ്വഹീഹിൽ ഉദ്ധരിക്കുന്നു, ഇമാം മുസ്ലിം അവിടുത്തെ സ്വഹീഹിൽ ഉദ്ധരിക്കുന്നു, ഇമാം മാലിക് അവിടുത്തെ മുഅത്തയിൽ ഉദ്ധരിക്കുന്നു, അബൂദാവൂദ് ഇമാമിന്റെ സുനനിലുണ്ട്, ഇബ്നു മാജയുടെ സുനനിലുണ്ട്, ഇമാം തുർമുദിയുടെ ജാമിഇലുണ്ട്. വലിയ വിശ്രുതമായൊരു സംഭവം. സ്വഹാബി പാലായിട്ട് വന്നു. എല്ലാവരും നല്ല ദാഹമായിട്ടിരിക്കുക. അപ്പൊ അങ്ങനെ ദാഹിച്ചിരിക്കുമ്പോ ഒരാൾ കുറച്ച് വാട്ടർമെലന്റെ ജ്യൂസായിട്ട് വന്നു കഴിഞ്ഞാൽ നല്ല രസമുണ്ടാവും. അതിൽ കുറച്ച് ഷെയ്ക്ക് അടിച്ചാലും കൊണ്ടുവന്ന നല്ല രസമുണ്ടാവും. അപ്പൊ അല്ലാഹു തൗഫീഖ് ചെയ്യട്ടെ. എന്താ അഭിപ്രായത്തെ ആരെങ്കിലും എന്തെങ്കിലും കൊണ്ടുവന്ന് വെച്ച് കൊടുത്ത് നല്ലതല്ലേ? അങ്ങനെ സ്വഹാബി പാലായിട്ട് വന്നു. അതാകട്ടെ ആ സ്വഹാബിക്ക് കിണർ കുത്തി വെള്ളം കിട്ടിയതിനോടുള്ള സന്തോഷമാണെന്നാണ് ഹദീസിന്റെ വ്യാഖ്യാനത്തിൽ നമുക്ക് മനസ്സിലാകുന്നത്. കിണർ കുത്തി വെള്ളം കിട്ടിയ സന്തോഷം കൊണ്ട് ആ പതിവ് ഇന്നും ഉണ്ട് കേട്ടോ. ആ പാലിനെ പറ്റി പറയുന്നത് കിണറിലെ വെള്ളം ഒരൽപ്പം ബർക്കത്തിന് വേണ്ടിയിട്ട് ആ പാലിൽ ചേർത്ത് നബി തങ്ങളുടെ സദസ്സിൽ വിതരണത്തിന് കൊണ്ടുവന്നു. സദസ്സിൽ പാല് കൊണ്ടുവന്ന് ആർക്കായിരിക്കും ആദ്യം കൊടുക്കുക? സയ്യിദുനാ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾക്ക്. നബി തങ്ങളുടെ സദസ്സിൽ ഇത് കൊണ്ടുവന്നു, കൊടുത്തു, റസൂലുള്ളാഹി കുടിച്ചു. ഇനി അതിന്റെ ബാക്കി അടുത്ത ആള് കുടിക്കേണ്ടത് അബൂബക്കർ സിദ്ദീഖാണെന്ന് നബി തങ്ങൾക്കറിയാം. പക്ഷേ നബി തങ്ങളുടെ ആഗ്രഹവും രണ്ടാമത് കുടിക്കേണ്ട ആൾ അബൂബക്കർ ആണെന്നാണ്. എന്നാലും ഒരു സാധനം വിതരണം ചെയ്യുമ്പോ വലതുവശത്തേക്കാണ് അതിന്റെ അദബ്. വലത്തേക്ക് കൊടുത്തു പോണം, വലത്തേക്ക് കൊടുത്തു പോണം. അതാണ് അദബ്. ഒരു മജ്ലിസിന്റെ വലതുവശത്തേക്ക് അടുത്താൾ അങ്ങനെ വലത് കറങ്ങി 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 ഈ മജ്ലിസിന്റെ ഹെഡിന്റെ ഇടത് സൈഡിലിരിക്കുന്ന ആളായിരിക്കും ലാസ്റ്റിൽ അത് കുടിക്കാം. അന്ന് സയ്യിദുനാ അബൂബക്കർ സിദ്ദീഖ് റളിയല്ലാഹു അൻഹു ഇടത്തെ സൈഡിലായിരുന്നു. വലത്തെ സൈഡിലിരുന്നത് ഒരു സാധാരണ അഅറാബിയാണ്. വലത് സൈഡിൽ അഅറാബി, ഇടത് സൈഡിൽ അബൂബക്കർ സിദ്ദീഖ് റളിയല്ലാഹു അൻഹു. ഫശ്രിബാ, ഹബീബായ നബി തങ്ങൾ പാല് കുടിച്ചു. ഉള്ളിലുണ്ട്. എവിടെ കൊടുക്കാൻ? ഇടത്തേക്ക് കൊടുക്കാൻ. കൊടുക്കോ? ഇല്ല ഇല്ല ഇല്ല. ആ പാലങ്ങനെ വലത്തേക്ക് അഅറാബിക്ക് കൊടുത്തു. അദ്ദേഹം അടുത്ത ആൾക്ക് കൊടുത്ത് അവസാനം വന്ന് ചേർന്നത് എവിടെ? റസൂലുള്ളാഹിയുടെ ഇടത് വശത്തെത്തി. അങ്ങനെയാണല്ലോ ആ സർക്കിൾ അങ്ങനെ റൗണ്ട് ചെയ്ത് വരുമ്പോ അങ്ങനല്ലേ? അങ്ങനെ വരും. ആരാണ് അവസാനം ആ പാല് കുടിച്ചത്? അഫ്ളലുൽ ബശ്രി ബഅദൽ അംബിയാഇ തഹഖീഖൻ അബൂബക്കർ സിദ്ദീഖ്. അല്ലാഹുവിന്റെ അമ്പിയാക്കൾ കഴിഞ്ഞാൽ പിന്നെ ഈ മാനവകുലം കണ്ട ഏറ്റവും വലിയ മഹാൻ അബൂബക്കർ സിദ്ദീഖ്. അദബ് അവിടെ നോക്കിയത്, നിയമ ഇഷ്ടല്ല നോക്കിയത്, അദബ് നോക്കി. ഹബീബിന്റെ സദസ്സിൽ അദബ് ഉണ്ടായിരുന്നു. അള്ളാഹു നമുക്ക് തൗഫീഖ് നൽകട്ടെ.
ഫഖാല അല്ലൈമൻ ഫല്ലൈമൻ, വലത്തേക്ക് 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 കൊടുത്തു കൊടുത്ത് പോകണമെന്ന് പ്രത്യേകം നിർദ്ദേശിച്ചു സയ്യിദുനാ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലാ മുഹമ്മദ് സ്വല്ലല്ലാഹു അലൈഹി വസല്ലം. വാപ്പാനെ അനുസരിക്കാൻ മക്കൾക്ക് തോന്നണം. ഞാനൊരു മോനെ പറയാം. ആ മോനാവട്ടെ ഉമ്മ വളർത്തിയ മോന. വാപ്പാനെ അനുസരിക്കാൻ തോന്നണമെങ്കിൽ ഉമ്മ കോച്ചിങ് അതനുസരിച്ച് കൊടുത്തിരിക്കണം എന്നാണ്. കുറ്റം പറയാല്ല കേട്ടോ, അങ്ങനെയാണ്. എടാ മോനെ വാപ്പാനെ അനുസരിക്ക്. വാപ്പാനെ റെസ്പെക്ട് ചെയ്യാൻ മക്കൾക്ക് തോന്നുന്നത് ഉമ്മയുടെ വർത്താനത്തിൽ. ഇതെങ്ങനെയാ? ഉമ്മ വാപ്പാനോട് പറയും, മനുഷ്യ വരുമ്പോ ഒരു അരക്കിലോ ഉള്ളി മേടിച്ചിട്ടുണ്ട് കേട്ടോ. അത് ആ സാധു കഷ്ടകാലത്തിന് വർത്താനത്തെ ഉള്ളി മേടിക്കാൻ മറന്നുപോയി, കടയടച്ചു. വീട്ടിലേക്ക് കയറി വരുമ്പോ എങ്ങനെ ഇരിക്കും? A+B ² ഇതൊക്കെ അങ്ങനെ കേക്ക്. പിള്ളേര് കേക്കല്ലേ. പിന്നെ റെസ്പെക്ട് ചെയ്യാൻ അമ്മ അങ്ങനെ പറയാം. അമ്മ കയ്യിലങ്ങനൊക്കെ ഇട്ട് കുതിർന്നത് മക്കള് കണ്ടുകൊണ്ടിരിക്കുക. പിന്നെ എങ്ങനെ? ഞാൻ ഒരു ഉമ്മാനെയും പറയാം, ഒരു മോനെയും പറയാം. ഉമ്മ വളർത്തിയ മോൻ. ഒരു ഉമ്മാനെയും മോനെയും വേറെയും പറയാം. ബാപ്പമാര് വീട്ടില് നല്ല മഹാന്മാരാ കേട്ടോട്ടോ. ആദ്യത്തെ ഉമ്മ മഹാനായ സയ്യിദുനാ നൂഹ് നബി അലൈഹിസ്സലാത്തു വസ്സലാമിന്റെ ഭാര്യയാണ്. വാഇല എന്നാണ് അവരുടെ പേര് വാഇല. വാഇലയുടെ മോനുണ്ട്, കനാൻ എന്ന പേര്. വാഇല വളർത്തിയ മോന്റെ പേര് കനാൻ. പ്രളയം ഇങ്ങനെ വന്നു നിക്ക. ആ സമയത്ത് മഹാനായ നൂഹ് നബി അലൈഹിസ്സലാത്തു വസ്സലാം മോനെ വിളിക്കണ്ട്, മോനെ ഈ കപ്പലിലേക്ക് ഇങ്ങോട്ട് വാട മോനെ, കപ്പലിൽ കയറട. അപ്പൊ അവൻ പറഞ്ഞു വാപ്പ പണിയൊക്കെ പോ. അങ്ങനെ തന്നെ പറഞ്ഞു. ഖുർആന്റെ ആയത്ത് നോക്കിയോട്ടോ. ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം വഖാല ഇർകബൂ ഫീഹാ ബിസ്മില്ലാഹി മജ്രാഹാ വമുർസാഹാ ഇന്ന റബ്ബീ ലഗഫൂറുർ റഹീം വഹിയ തജ്രീ ബിഹിം في موج كالجبال ونادى نوح ابنه وكان فيهم معزل يا بني اركب معنا ولا تكن مع الكافرين. അപ്പോൾ പറഞ്ഞു, മോനെ പർവ്വതം പോലത്തെ തിരമാല, രക്ഷയില്ല, ഈ കപ്പലിലേക്ക് നീ കയറിക്കോ, ഇങ്ങോട്ട് വാ മോനെ എന്ന് വിളിച്ചു. ഇത് മോന്റെ ഗുണത്തിന് അവിടെ വിളിച്ചത്, മോനെ രക്ഷപ്പെടുത്താൻ വിളിച്ചതാ. ഗുണം ആർക്കായിരിക്കാം? വാപ്പ പറഞ്ഞ കേട്ട മോൻ തന്നെയാണ്, ഭൗതിക ഗുണം മോൻ തന്നെ. എന്നിട്ട് ആ മോൻ പറഞ്ഞത് എനിക്ക് രക്ഷപ്പെടാനുള്ള വഴിയൊക്കെ വാപ്പയുടെ പണിയൊക്കെ പോ. അങ്ങനെയാ മോൻ പറഞ്ഞത്. അവിടെ ആ വാപ്പ പറഞ്ഞത് കേട്ടാൽ മോനാണ് ഭൗതിക നേട്ടം. മോനാ വെള്ളപ്പൊക്കത്തിൽ പോവില്ല. പക്ഷേ അള്ളാഹുവിന്റെ തീരുമാനം ഉമ്മ വളർത്തിയ മോനാ. 2 ലോകവും നഷ്ടപ്പെട്ടു. വാപ്പാക്ക് കുറവില്ലാട്ടോ, വാപ്പ മഹാനാണ്. ആരാണ് ആ വാപ്പ? സയ്യിദുനാ നൂഹ് നബി അലൈഹിസ്സലാം. അവനുണ്ട്. ഇന്ന് ആ മക്കള് ഇന്നും കാണാനുണ്ട്. പ്രളയക്കെടുതിയിൽ പർവ്വതാശ്രയം തേടി പോയവർക്കിന്നും കാണാം പിന്തുടർച്ചക്കാരെ. അങ്ങനെ മലയാളത്തിൽ ഒരു പാട്ടുണ്ട്. ആ മക്കൾ ഇന്നും ഉണ്ട്. മറ്റൊരു മോനെ കണ്ടോളൂ. ആ മോനാണ് ഹാജർ വളർത്തിയ മോൻ, മഹാനായ ഇസ്മായിൽ നബി അലൈഹിസ്സലാം. റബ്ബി ഹബ്ലി മിനസ് സ്വാലിഹീൻ ഫബശ്ശർനാഹു ബിഗുലാമിൻ ഹലീം فلما بلغ معه السعي قال يا بني إني أرى في المنام أني أذبحك فانظر ماذا ترى قال يا أبت افعل ما تؤمر ستجدني إن شاء الله من الصابرين. അതൊരു ഉമ്മ വളർത്തിയ മോനാണ്. ആ ഉമ്മ വളർത്തിയ മോൻ എന്താ പറഞ്ഞെന്നറിയോ? അപ്പൊ പറഞ്ഞു, മോനെ ഇന്നി അറാഫിൽ മനാമി അന്നി അദ്ബഹുക, എന്റെ കൈയോണ്ട് എന്നെ നിന്നെ അറുക്കണമെന്ന് എനിക്ക് അള്ളാഹു സ്വപ്നം കാണിച്ചു. അപ്പൊ അവിടെ പണിയൊക്കെ പോവാ മാർഗം കഴിക്കണമെന്ന് പറഞ്ഞ് ഇന്ന് കുട്ടികളെ വിളിച്ചാൽ കിട്ടില്ല. ആ കാലഘട്ടത്തിലാണ്. നിന്നെ അറുക്കാൻ ഞാൻ വിളിക്കാണെന്ന് വരുമെന്ന് ചോദിക്കോ. അപ്പ മോൻ പറഞ്ഞത് അറുത്തോന്നല്ല പറഞ്ഞത്. ആ മോൻ അറുത്തോ എന്ന് പറഞ്ഞ അവിടെ തീരും. ആ മോൻ പറഞ്ഞത് അറുത്തോ എന്നല്ല. അള്ളാഹു അനുഗ്രഹിച്ച ആ വാപ്പായ മോനും അറവിന്റെ നേരത്തെ അങ്ങോട്ടും ഇങ്ങോട്ടും പറയുന്ന ഒരു 10ഓളം സംഭാഷണങ്ങളുണ്ട്. അള്ളാഹു തൗഫീഖ് ചെയ്താൽ നമുക്ക് മറ്റൊരിക്കൽ അത് പറയാം. അള്ളാഹു നമ്മുടെ ഇൽമിൽ ബർക്കത്ത് നൽകട്ടെ, അമൽ ചെയ്യാനുള്ള തൗഫീഖ് നൽകട്ടെ. കരയിപ്പിച്ചു കളയും മോനും വാപ്പായും തമ്മിലുള്ള സംഭാഷണം. മോൻ പറഞ്ഞത് യാ അബത്തി ഫഅൽ,
ഈ യാ അബത്തി എന്ന പ്രയോഗം പറയുന്നത് തന്നെ ഏറ്റവും സ്നേഹമുള്ള ഇപ്പൊ പറയുന്ന വാപ്പാന്ന് വിളിക്കലാണ് സാധാരണ. തിരക്ക് പിടിച്ചപ്പോ വാപ്പ നല്ലോണാണില്ല വാപ്പസ ചോറ് കഴിച്ചോ അങ്ങനെ പറയണ്ട, ഒരു ചായ കൂട്ടും അല്ലെ, സ്നേഹം കൂടുമ്പോ. അല്ലെങ്കിൽ അതിനൊരു അറബിയിൽ ഒരു പ്രയോഗമാണ്, സ്നേഹം കൂടുതലുള്ളപ്പോ വിളിക്കുന്ന ഒരു പ്രയോഗമാണ് യാ അബത്തി. യാ അബത്തി, യാ അബി അല്ല, യാ അബത്തി ഫഅൽ മാ തുഅ്മർ. അറുത്തോ എന്ന് പറയാൻ മോൻ വാപ്പയുടെ മുന്നിൽ വരുമ്പോ നിന്നെ ഞാൻ അറുത്തോട്ടെ എന്ന് ചോദിച്ച വാപ്പയോട് മറുപടി പറയുന്ന മോൻ സ്നേഹത്തിൽ കൂടുതലാ, എന്നെ അറുത്തോ എന്ന് പറയാൻ വന്ന മോൻ. എങ്ങനെയാ പ്രയോഗിച്ച് ഏറ്റവും സ്നേഹം തോന്നുമ്പോ പറയുന്ന പ്രയോഗം പറഞ്ഞത് യാ അബത്തി ഫഅൽ മാ തുഅ്മർ. എന്താണോ അള്ളാഹ് കൽപ്പിച്ചത് അതൊക്കെ ചെയ്തു. അറുത്തോ എന്ന് പറഞ്ഞാൽ അറവിൽ അള്ളാഹ് പറഞ്ഞത് അറുത്തിട്ട് വലിച്ചെറിഞ്ഞോ എന്നാണെങ്കിൽ അങ്ങനെ ചെയ്തോ, എനിക്ക് വിരോധമില്ല. ഇത് ഉമ്മ വളർത്തിയ മോൻ തന്നെയാണ്, മഹ്ദിയായ ഹാജർ റളിയല്ലാഹു അൻഹാ. അതുകൊണ്ട് മക്കൾക്ക് മേടിച്ചു കൊടുക്കണം അവരിഷ്ടപ്പെട്ടതൊക്കെ. പക്ഷെ അതിൽ അവർ ഏറ്റവും ഇഷ്ടപ്പെടുന്നത് ഏതാവണം? മക്കൾക്ക് വാപ്പയും ഉമ്മയും വാങ്ങിക്കൊടുക്കുന്ന ഏറ്റവും വിലയുള്ള സമ്മാനമേതെന്ന് സയ്യിദുനാ റസൂലുള്ളാഹി ഇമാം തുർമുദി ഉദ്ധരിക്കുന്ന അവിടുത്തെ ജാമിഉൽ മാനഹല വാലിദും വലദം മിൻ നഹലിൻ അഫ്ളല മിൻ അദബിൻ ഹസനിൻ സയ്യിദുനാ റസൂലുള്ളാഹി അൻ അയ്യൂബ് ഇബ്നു മൂസാ റളിയല്ലാഹു അൻഹു ഖാല റസൂലുള്ളാഹി. അല്ലാഹുവിന്റെ ഹബീബ് പറയാ, മക്കൾക്ക് കൊടുക്കുന്ന ഏറ്റവും നല്ല സമ്മാനം നല്ല അദബ. ഒരു വീട്ടിലേക്ക് കയറി ചെല്ലുമ്പോ ചെരുപ്പ് എവിടെ ഊരി വെക്കണം, ഒരാളോട് സംസാരിക്കുമ്പോ എങ്ങനെ വേണം, വാപ്പയോടെങ്ങനെ, വെല്ലുപ്പയോടെങ്ങനെ, മൂത്താപ്പ വരുന്നോ എഴുന്നേറ്റ് നിൽക്കുമോനെ എന്ന് ഒരു വട്ടം പറഞ്ഞാ മതി. കുട്ടി എഴുന്നേൽക്കും. വാങ്ക് വിളിക്കുന്നു മോളെ, തലയിലേക്ക് ആ തട്ടനൊന്ന് കയറ്റിയിട്ട്. പണ്ട് ഉസ്താദ്മാരെ കാണുമ്പോ തലയിൽ തട്ടൻ ഇടുന്നൊരു പരിപാടി ഉണ്ടായിരുന്നു. ഇപ്പൊ അതും ഇല്ല കേട്ടോ. അങ്ങനെ പരാതി പറയാനല്ല, തട്ടൻ കിട്ടാത്തതുകൊണ്ടാണ് അതും പോയി, ഒക്കെ പോയി. ഇപ്പൊ ആകെ ഒരു വേറൊരു ലോകത്ത് ഇപ്പൊ നമ്മൾ ജീവിക്കണം. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ മുന്നിൽ ഖദീജത്തുൽ കുബ്ര റളിയല്ലാഹു അൻഹ ഇരിക്കാണ്. ആ സമയത്തുണ്ട് സയ്യിദുനാ ജിബ്രീൽ അലൈഹിസ്സലാം വന്നിട്ടുണ്ട്. ജിബ്രീൽ അലൈഹിസ്സലാത്തു വസ്സലാം വന്നപ്പോ ഈ പെണ്ണ് അവിടെ ഇരിക്കുന്നുണ്ട്, കുഴപ്പമൊന്നുമില്ല. പക്ഷെ പെണ്ണിന്റെ തലയിൽ തട്ടനില്ല. വഹി വരുന്ന നേരത്ത് ഹബീബായ നബി കരീം സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾക്ക് ഈ തല വിയർക്കുന്ന ഒരു പരിപാടി ഉണ്ട്. നെറ്റി വിയർക്കും. അവിടെ നിന്ന് ഇങ്ങോട്ട് എന്തോ ഒരു വലിയ ഭാരം തലയിലേക്ക് വെക്കുന്ന പോലെ, ഒരു വലിയ ചുമടെടുത്ത് വെക്കുന്ന പോലെ അവിടെ നിന്ന് വിയർക്കാൻ തുടങ്ങും. ആ സമയത്ത് അള്ളാഹുവിന്റെ ഹബീബ് സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ അങ്ങനെയാണല്ലോ, ഇന്നാ സനുൽഖി അലൈക ഖൗലൻ സഖീല, ഏറ്റവും ഭാരമുള്ള ഒരു വചനമാണ് അങ്ങയുടെ ശിരസിൽ നാം ചാർത്തുന്നത്. ഖുർആൻ പറഞ്ഞത് അങ്ങനെ, വഹ്യ് വരുന്നത് വലിയൊരു ഭാരം തന്നെ. ഹബീബായ നബി കരീം സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ ആ ഭാരത്തെ വഹിച്ചുകൊണ്ടിരിക്കുമ്പോൾ വിയർക്കും. മഹ്ദിയായ ഖദീജ റളിയല്ലാഹു അൻഹാ, ഇത് തലകർക്കം വരുന്നതാണ്, തലചുറ്റിൽ ബോധം കെടാൻ വേണ്ടിയിട്ടുള്ള വിയർക്കലാണോ അതോ വഹ്യ് വരുന്നതാണോ? ഒരു സംശയം തോന്നി ആർക്ക്? ഖദീജ ബീക്ക്. നെറ്റിങ്ങനെ വേർക്കുണ്ട്, ഇങ്ങനെ വർത്താനം പറഞ്ഞുകൊണ്ടിരിക്കുക രണ്ടാളും. നബി തങ്ങളുടെ ഭാര്യമാരോട് കൂടുതൽ സംസാരിക്കുമായിരുന്നു. അവർ കൂടുതൽ സംസാരിക്കുന്നത് ഇരുന്ന് കേൾക്കുമായിരുന്നു. അവർ പറയുന്നത് കേൾക്കാൻ ഇങ്ങനെ ക്ഷമിച്ചിരിക്കും, കേട്ടുകൊണ്ടിരിക്കും അവർ പറയുന്നത്. ഇന്നാൾ ഒരാൾ പറഞ്ഞു, അവള് പറഞ്ഞ മുഴുവനും കേട്ടുകൊണ്ടിരുന്ന ഉള്ള വിവരവും കൂടി ഡിലീറ്റ് ആയി പോകും ഉസ്താദ് എന്ന് പറഞ്ഞ പോലെ കേട്ടിരിക്കണം. അല്ലെങ്കിൽ കേൾക്കാൻ ഇഷ്ടം പോലെ ആൾക്കാരെ വാട്സാപ്പിലും ഫേസ്ബുക്കിലും ഇൻസ്റ്റാഗ്രാമിലൊക്കെ കിട്ടും. അവരൊക്കെ വന്ന് കയറും. ഇബ്ലീസിന്റെ കുട്ടികൾ ഇഷ്ടം പോലെ പുറത്തൂടെ നടക്കാം ഈ കേൾക്കാൻ വേണ്ടിയിട്ട്. വർത്താനം പറയുന്ന റസൂലുള്ളാഹിക്ക് ഭാര്യമാരോട് ഈ ഭൂമിയിൽ നിന്ന് ആസ്വദിച്ച മതിയാവാത്ത സന്തോഷങ്ങൾ 3 എണ്ണമാണെന്ന് പുണ്യനബി. ഒന്നാമത്തേത് സുഗന്ധം, 2 നിസ്കാരത്തിന്റെ ലഹരി, 3ാമത്തേത് ഭാര്യയുമായിരുന്നുള്ള സംസാരം, അവരോടുള്ളതായ അനുരാഗത്തിന്റെ നിമിഷങ്ങളായിരുന്നു അവിടുത്തേക്ക് ഏറ്റവും പ്രിയപ്പെട്ടതെന്ന് സയ്യിദുനാ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം. അപ്പൊ കേട്ടിരിക്കുമായിരുന്നു. അങ്ങനെ കേട്ടിരുന്നപ്പോ എന്താ ഈ നെറ്റി വേർക്കണത്? നെറ്റി വേർക്കണ കണ്ടപ്പോ ഖദീജ റളിയല്ലാഹു അൻഹ ഒരു ഉമ്മയുടെ വാത്സല്യം കൊടുത്തതാ മുത്തുനബിക്ക്. 15 വയസ്സ് മൂത്തതാ ഖദീജ റളിയല്ലാഹു അൻഹ. നെറ്റി വേർക്കാണല്ലോ. സയ്യിദുൻ ലഹഖുഹു തബസ്സുമു വൽ യുൽഹുവൈനാ വനൗമുഹുൽ ഇഗ്ഫാഉ വഅതാഹു ഫീ ബൈതിഹാ ജിബ്രീൽ
വലിദില്ലുബി ഫിൽ ഉമൂരി ഇർതിയാഉ ഫഅമാതത് അൻഹൽ ഖിമാറ ലിതദ്രീ അഹുവൽ വഹ്യു അം ഹുവൽ ഇഗ്മാഉ. അപ്പോഴുണ്ട് ഇത് വഹയാണെന്ന് അറിയാൻ ഖദീജ ബീവി പതുക്കെ തലയിലെ തട്ടനങ്ങ് താഴേക്കിടും. അപ്പൊ ഈ തലമുടി കാണുമ്പോ ജിബ്രീൽ അലൈഹിസ്സലാം ലജ്ജിച്ചങ്ങ് മാറി നിൽക്കും. അപ്പോൾ നെറ്റിയിലെ വിയർപ്പ് പോകും. പിന്നെ ജിബ്രീൽ അലൈഹിസ്സലാം വരാൻ വേണ്ടിയിട്ട് തലയിലേക്ക് തട്ടനങ്ങ് കയറ്റിയിടും. ജിബ്രീൽ കടന്നു വരും. അപ്പോഴേക്ക് നെറ്റി വിയർക്കും. വിയർത്തു തുടങ്ങുമ്പോ ആ തട്ടൻ പതുക്കെ താഴേക്കിടും. അപ്പൊ ജിബ്രീൽ അലൈഹിസ്സലാം നാണിച്ചങ്ങോട്ട് മാറും. അപ്പൊ വിയർപ്പു തലമറച്ചാലാ ജിബ്രീൽ വരാ. ഏതായാലും മക്കളെ അദബ് പഠിപ്പിച്ച് അവരെ നല്ല രീതിയിൽ, അതിന് നമ്മുടെ സഹോദരിമാരുടെ ദൗത്യം വലുത് തന്നെ. അവരൊരുപാട് അതിനു വേണ്ടിയിട്ട് ഒരുപാട് ക്ലേശപ്പെടുന്നുണ്ട്. ലോകത്ത് ഒരു മഹാൻ വന്നിട്ടുണ്ടെങ്കിൽ ഉമ്മ ദുആരക്കാതെ ഒരു മോനും മഹാനായിട്ടില്ല. ഉമ്മാക്ക് നല്ല ക്ഷീണം. ഇശാ കഴിഞ്ഞു. ക്ഷീണിച്ച് അവശയായ ഉമ്മ പൊന്നുമോനോട് പറഞ്ഞൊരു കൊച്ചുമോനാ, മോനെ ഉമ്മാക്ക് കുടിക്കാൻ കുറച്ച് വെള്ളം വേണേ. ആ പൊന്നുമോൻ അടുക്കളയിലേക്ക് ചെന്ന് പെരുമാറി ശീലമില്ലാത്ത തട്ടിന്റെ മുകളിൽ നിന്നും ഒരു ചെറിയ കോപ്പയെടുത്തു. ഉമ്മാക്കുള്ള വെള്ളം നിറച്ചു. പൊന്നാര ഉമ്മച്ചിക്ക് കുടിക്കാൻ വേണ്ടി പൊന്നുമോൻ കൊണ്ടുവന്നപ്പോഴേക്കും എന്റെ ഉമ്മ ഉറങ്ങിപ്പോയല്ലോ. ഉമ്മാടെ ഉറക്കത്തിന് ഭംഗം വരാതെ പൊന്നുമോൻ ആ വെള്ളവുമായി കാത്തു നിന്നു. തഹജ്ജുദിന്റെ നേരത്ത് ഉമ്മ തനിയെ ഉണർന്നു വരികയാണ്. ഉണർന്നു വന്നപ്പോൾ ചിരിച്ചു നിൽക്കുന്ന മുല്ലമുട്ട് വിരിഞ്ഞ സൗന്ദര്യമുള്ള പല്ലുകൾ ഉമ്മാനെ സന്തോഷിപ്പിക്കാനല്ല സങ്കടപ്പെടുത്താ ചെയ്തത്. പൊന്നാര ഉമ്മച്ചിക്ക് ദാഹം ശമിപ്പിക്കാനുള്ള വെള്ളത്തിന്റെ പാത്രം നീട്ടിപ്പിടിച്ചു നിൽക്കുന്ന കൊച്ചുമോൻ കെട്ടിപ്പുണർന്നു. ഒരു ബഹറിന്റെ വെള്ളം കുടിച്ച് ദാഹം തീർത്തതിനേക്കാളും വലിയ സന്തോഷം എന്റെ മോനന്റെ ഉറക്കത്തിന് കാവൽ നിന്നല്ലോ. ഉമ്മാന്റെ ഉറക്കത്തിന് മകൻ കാവൽ നിന്നല്ലോ. ഉമ്മാന്റെ ദാഹത്തിന് ശമനമായി വെള്ളവും കൊണ്ടു നിന്നല്ലോ. ചേർത്ത് പിടിച്ചിട്ട് അള്ളാഹുവോട് ദുആരന്നു, ഈ മോനെ ലോകം മുഴുവനും അറിയണം, ഇസ്ലാമിന്റെ പടക്കുട്ടിയായി മാറണം. അള്ളാഹുവേ, എന്റെ പൊന്നുമോന് നീ നല്ല ഭാവി കൊടുക്കണേ അല്ലാ. എന്റെ പൊന്നുമോന് സ്വർഗം കൊടുക്കണേ അല്ലാ. ആ ഉമ്മ ദുആറുന്ന പൊന്നുമോനാണ് ശാഫിഈ മദ്ഹബിലെ മഹാപണ്ഡിതൻ ഇമാമുനാ നവവി റളിയല്ലാഹു അൻഹു. ഉമ്മ കൊടുത്തതാണ്, ഉമ്മാടെ സംഭാവനയാണ്. നമുക്ക് പറ്റൂട്ടെ? അള്ളാഹു തരട്ടെ. മക്കളെ കിട്ടാന്ന് പറഞ്ഞ് കിട്ടിയിട്ട് കാര്യമില്ല. ഒരു മോനുണ്ടായിരുന്നു, 16 വയസ്സ് വരെ അന്ധനായിരുന്നു. 16-ാമത്തെ വയസ്സിൽ 70,000 ഹദീസ്, 16-ാമത്തെ വയസ്സിൽ അന്ധതയോടുകൂടെ 70,000 ഹദീസ് സനദ് സഹിതം കാണാതെ പഠിച്ച മോനുണ്ടായിരുന്നു. ആ പൊന്നുമോന് 16 വയസ്സ് കഴിഞ്ഞപ്പോൾ കണ്ണിന്റെ കാഴ്ച കിട്ടി. പിന്നെ അവിടെ നിന്നുള്ള പഠനം പറയാവതല്ല. ആ പൊന്നുമോൻ മദീനയിലെത്തിക്കഴിഞ്ഞാൽ അള്ളാന്റെ ഹബീബ് വിളിക്കാതെ മദീനയിലേക്ക് കയറൂല. പിണങ്ങി നിന്നു 2 മാസം മദീനയുടെ പുറത്ത്. അള്ളാന്റെ ഹബീബ് വിളിക്കാതെ ഞാൻ അങ്ങോട്ട് വരൂല. ആ പൊന്നുമോൻ ഒരിടത്ത് അള്ളാഹുവിന്റെ ഹബീബ് കുടിച്ച ഒരു പാത്രമുണ്ടെന്നറിഞ്ഞു. അങ്ങോട്ട് പോയി ആ പാത്രം തേടിപ്പോയി. കണ്ണിന് കാഴ്ചയില്ലാത്ത പൊന്നുമോന്റെ കയ്യിൽ ആ പാത്രം കിട്ടി. ആ പാത്രത്തിന്റെ വക്കിലൂടെ 2 വിരൽ കൊണ്ട് ഇങ്ങനെ തടവി വന്ന് ഒരു പ്രത്യേക ഭാഗമെത്തിയപ്പോൾ അവിടെ അങ്ങ് അമർത്തി പിടിച്ചു. അത് ചുണ്ടോട് ചേർത്തു. അള്ളാഹുവിന്റെ ഹബീബ് വെള്ളം കുടിച്ച പാത്രത്തിൽ അവിടുത്തെ ചുണ്ട് വെച്ച ഇടത്തെ കണ്ണില്ലാഞ്ഞിട്ടും കണ്ടുപിടിച്ച പൊന്നുമോന്റെ വിരൽ തുമ്പിന്റെ ഒരു വലിയ ശക്തി തന്നെ പ്രവാചക സ്നേഹം. ഈ പൊന്നുമോൻ ഉമ്മയുടെ പ്രിയപ്പെട്ട മോനാ. ഉമ്മയുടെ ദുആയായി മോൻ ലോകത്തിന്റെ ഏറ്റവും വലിയ നെറുകയിൽ
പരിശുദ്ധ ഖുർആൻ കഴിഞ്ഞാൽ ഖദ് ഇത്തഫഖ അഇമ്മത്തുനാ അലാ അന്ന അസ്ഹൽ കുതുബി ബഅദ കിതാബില്ലാഹി സ്വഹീഹുൽ ബുഖാരി. സ്വഹീഹുൽ ബുഖാരി എന്ന് പറയുന്ന ഒരു ഗ്രന്ഥം ഖുർആൻ കഴിഞ്ഞാൽ മുസ്ലിം ഉമ്മത്തിന്റെ ഏറ്റവും വലിയ പ്രമാണം അത് ലോകത്തിന് സമർപ്പിച്ച ഇമാം ബുഖാരിയ. ആ പൊന്നുമോൻ ഉമ്മാടെ ദുആയ ആ പൊന്നുമോൻ കുഞ്ഞിന്റെ കണ്ണിന് കാഴ്ചയും നഷ്ടത്തിലായി അതുകൊണ്ട് തള്ള കരഞ്ഞ് പ്രാർത്ഥിക്കുന്നതായി. മോന് കണ്ണിന് കാഴ്ച വേണം, ഉമ്മാടെ ദുആയാണ്. അനാഥയാണീ കുഞ്ഞ് യാ റഹ്മാനേ, കണ്ണിന് കാഴ്ച കൊടുക്കണേ മന്നാനേ. ഉമ്മ ദുആരെന്നാൽ കണ്ണിന് കാഴ്ച കിട്ടും, ഉമ്മ ദുആരെന്നാൽ മക്കൾക്കെല്ലാ നേട്ടവും കിട്ടും. ഉമ്മാടെ ദുആ അല്ലാഹു സ്വീകരിച്ചു കേട്ടോളൂ. ഒരു ദിവസം ഇബ്രാഹിം നബി സ്വപ്നത്തിലായി കരയുന്ന മാതാവോട് വന്നോതുന്നതായി. നിനക്കുത്തരം അല്ലാഹു പെണ്ണേ ചെയ്തു പോയി, കുഞ്ഞിന്റെ കണ്ണിന് നല്ല കാഴ്ച ലഭിച്ചു പോയി. വലിയ താടിയുള്ള വെളുത്ത വസ്ത്രവും തലപ്പാവുമുള്ള വെളുപ്പും ചുവപ്പും കലർന്ന നിറമുള്ള ഒരു മനുഷ്യൻ വന്നു, സ്വപ്നത്തിൽ വന്നു. ചോദിച്ചു, ആരാ അങ്ങ്? ഞാൻ അല്ലാഹുവിന്റെ ഖലീൽ നബി ഇബ്രാഹിം അലൈഹിസ്സലാമ. എന്തിനാ എന്റെ സ്വപ്നത്തിൽ വന്നത്? അല്ലാഹു പറഞ്ഞയച്ചതാ. എന്തിനാ പറഞ്ഞയച്ചത്? ഒരുപാട് കരഞ്ഞില്ലേ പെണ്ണേ നീ? മോന് കാഴ്ച വേണമെന്ന് അല്ലാഹുവോട് ദുആരന്നല്ലേ? മോന് കാഴ്ച കിട്ടിയിട്ടുണ്ട്, രാവിലെ പോയി നോക്കിക്കോ. മരണപ്പെട്ട ഒരാള് സ്വപ്നം കണ്ടാൽ അതൊരു മഹാനാണ് എങ്കിൽ ആ സ്വപ്നത്തിൽ മരിച്ചു പോയ ആള് വന്ന് പറഞ്ഞത് അതുപോലെ തന്നെയാ അതിന്റെ വ്യാഖ്യാനമെന്ന് മഹാന്മാരായ തഅബീറിന്റെ ഉലമാ പറയാറുണ്ട്. മഹദിയായ ഇമാം ബുഖാരിയുടെ ഉമ്മ ദിരാവിലെ നോക്കുന്ന സമയം കുഞ്ഞിനും പരിപൂർണ സുഖമായി കാഴ്ച വന്നിരു കണ്ണിനും. ഉമ്മാന്റെ ദുആയ മക്കള്, ഉമ്മാന്റെ ദുആ ഉണ്ടെങ്കിൽ മക്കള് രക്ഷപ്പെടും. നല്ല വേനൽക്ക് ഇടയ്ക്കൊരു മഴയൊക്കെ കിട്ടിക്കഴിഞ്ഞാൽ നമ്മുടെ മുറ്റത്തെ വാഴയൊക്കെ ഒന്ന് ഉഷാറാവും അല്ലേ? നിനക്കുള്ള പ്രാർത്ഥന കൊണ്ടവർ വളരേണ്ടതാ. ഇടമഴ ലഭിച്ചാൽ ചെടികളും തഴയ്ക്കുന്നതാ. ഇടയ്ക്കൊരു മഴ കൊടുക്കണം. ഉമ്മാടെ ദുആയാണ് മഴ. മൂസാ അലൈഹിസ്സലാം ഒരിക്കൽ അല്ലാഹുവോട് ദുആ ചെയ്തു, അല്ലാഹുവേ ലികുല്ലി നബിയ്യിൻ റഫീഖുൻ ഫിൽ ജന്ന. സ്വർഗ്ഗത്തിൽ ഓരോ പ്രവാചകന്മാർക്കും ഒരു പ്രൈവറ്റായ സുഹൃത്തുണ്ട്, ഒരു പ്രിയപ്പെട്ട കൂട്ടുകാരൻ. ഏതൊരു പ്രവാചകനും സ്വർഗത്തിൽ ഉണ്ടെന്നല്ലേ അല്ലാഹുവേ, എനിക്കും സ്വർഗത്തിൽ ഒരു പ്രിയപ്പെട്ട കൂട്ടുകാരനുണ്ട്. അത് ആരാന്ന് എനിക്കറിയില്ല. എന്റെ ആഗ്രഹം, എന്റെ ദുആ ഇപ്പൊ എനിക്ക് കാണണം എന്റെ സ്വർഗത്തിലെ കൂട്ടുകാരനെ എന്ന് സയ്യിദുനാ മൂസാ അലൈഹിസ്സലാം ദുആയിരുന്നു. അള്ളാഹുവോട് ദുആയിരുന്നു, അല്ലാഹുവിന്റെ കരീം എന്റെ സ്വർഗത്തിലെ കൂട്ടുകാരനെ എനിക്ക് ഇപ്പൊ ഇവിടെ വെച്ച് കാണണം എന്ന് എനിക്ക് കാണിച്ചു തന്നെ അള്ളാഹു വഹി കൊടുത്തു. മൂസാ നബിയെ, ഇപ്പൊ അങ്ങ് നിൽക്കുന്നിടത്തുനിന്ന് ഇനി അങ്ങോട്ട് നടന്ന ആദ്യം കാണുന്ന മനുഷ്യനാരാണോ ആള് അങ്ങയുടെ സ്വർഗത്തിലെ കൂട്ടുകാരനാണെന്ന് അള്ളാഹു വഹി അറിയിച്ചു സയ്യിദുനാ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം. മൂസാ നബി മുന്നോട്ട് നടന്നു. അപ്പോഴുണ്ട് ഒരു ചെറുപ്പക്കാരൻ, അങ്ങനെ വലിയ പത്രാസുള്ള ആളൊന്നുമല്ല. കണ്ടു. അള്ളാഹ് പറഞ്ഞാൽ ആദ്യം കണ്ട ആളെ ഉറപ്പിച്ചു, ആളാണ് സ്വർഗത്തിലെ കൂട്ടുകാരൻ. എല്ലാ നബിമാർക്കും സ്വർഗത്തിലൊരു കൂട്ടുകാരൻ. അള്ളാന്റെ ഹബീബ് പറഞ്ഞു, എന്റെ കൂട്ടുകാരൻ സ്വർഗത്തിൽ എന്റെ ഉൾസമാനാണെന്ന് നബിയുനാ റസൂലുള്ളാഹി. ഹബീബായ നബി തങ്ങളുടെ കൂട്ടുകാരനാ ഉസ്മാൻ റളിയല്ലാഹു അൻഹു. മൂസാ നബിയുടെ കൂട്ടുകാരനെ ഒന്ന് കാണണം. എന്റെ കൂട്ടുകാരനാരാ? എന്റെ ഖാദിമാരാ സ്വർഗത്തിൽ. അല്ലാഹു പറഞ്ഞു, മുന്നോട്ട് നടന്നോ. ആദ്യം കാണുന്ന ഒരു ചെറുപ്പക്കാരൻ ആരോ, ആദ്യം കാണുന്ന വ്യക്തി ആരോ, അയാള് തന്നെ ആ കൂട്ടുകാരൻ. മൂസാ നബി ഒരല്പം അങ്ങ് നീങ്ങിയപ്പോഴേക്കും അത്ര വലിയ പത്രാസുകളും ഗമയും പ്രൗഢിയുമില്ലാത്തൊരു ചെറുപ്പക്കാരനെ കണ്ടു.
അയാളെ കൈക്ക് പിടിച്ച് അണച്ചു പിടിച്ചു. അയാൾ മൂസ നബിയുടെ മുഖത്തേക്ക് പരിചയമില്ലാത്തൊരു നോട്ടം നോക്കി. ആരാണെന്നൊരു ചോദ്യം ആ മൗനം നിറഞ്ഞ മുഖത്തിലുണ്ട്. മൂസ നബി ആ സഹോദരന്റെ കൈത്തണ്ടിൽ അമർത്തിപ്പിടിച്ചു. വാത്സല്യത്തോട് ബഹുമാനത്തോട് പറഞ്ഞു, സഹോദര, നിങ്ങളോട് ഞാനൊരു സന്തോഷം പറയട്ടെ. പ്രിയപ്പെട്ട സഹോദര, മഹാനായ മൂസാ നബിയുടെ സ്വർഗത്തിലെ കൂട്ടുകാരൻ അങ്ങാണെന്ന് സയ്യിദുനാ മൂസാ അലൈഹിസ്സലാം ഒരു പരിചയവുമില്ലാത്ത അയാളോട് പറഞ്ഞു. അയാളുടെ ചുണ്ട് വിതുമ്പാൻ തുടങ്ങി, കണ്ണ് നനയാൻ തുടങ്ങി. ആ മനുഷ്യൻ ഇന്നവരെ മൂസ നബിയെ കണ്ടിട്ടില്ല. ആ കൈക്ക് പിടിച്ചു, മറ്റൊന്നും ചോദിച്ചില്ല. മൂസ നബിയുടെ ദൃഢമായ കയ്യിൽ അമർത്തിപ്പിടിച്ചു. ആ സഹോദരൻ വിതുമ്പുന്ന ചുണ്ടുകളോടെ കരച്ചിലോടുകൂടെ വീട്ടിലേക്ക് മൂസ നബിയുടെ കയ്യെ പിടിച്ചു ഓടാൻ തുടങ്ങി. എന്റെ ഉമ്മാനോട് പറയണ്ടേ ഈ സത്യം, എന്റെ ഉമ്മാനോട് പറയണ്ടേ ഈ സന്തോഷം. ഉമ്മ തളർന്നു കിടക്കാ. മാടടുത്ത് വന്നിട്ട് പറഞ്ഞു, ഉമ്മാ ഞാനൊന്ന് പറയട്ടെ. അള്ളാഹുവിന്റെ കലീമായ മൂസ നബിയുടെ സ്വർഗത്തിലെ കൂട്ടുകാരൻ ഞാനാണ് ഉമ്മ. ഉമ്മ ചാടി എഴുന്നേറ്റു. ആ തളർന്ന ശരീരത്തിൽ ഒരു നവജീവൻ വന്നു. മോനെ, നിന്നോട് ആരടാ ഇത് പറഞ്ഞത്? ഈ മഹാനായ മനുഷ്യനാ എന്നോട് പറഞ്ഞത്. ഉമ്മ അദ്ദേഹത്തിന്റെ നേരെ അങ്ങ് നോക്കാൻ തുടങ്ങി. ഓ പ്രിയപ്പെട്ട സഹോദര, മുമ്പൊരിക്കലും നിങ്ങളെ ഞാൻ കണ്ടിട്ടില്ല. ഈമാന്റെ വെളിച്ചം സ്ഫുരിച്ചു നിൽക്കുന്ന മുഖമുള്ള അങ്ങയോട്, തഖ്വ തുളുമ്പി നിൽക്കുന്ന മുഖഭാവമുള്ള അങ്ങയോട്, പക്വത നിറഞ്ഞു നിൽക്കുന്ന അങ്ങയോട് ഞാൻ ചോദിക്കട്ടെ എന്റെ പൊന്നുമോൻ അള്ളാഹുവിന്റെ സ്വർഗത്തിൽ മൂസ നബിയുടെ കൂട്ടുകാരനാണെന്ന പ്രഖ്യാപനം പറയാൻ അങ്ങയെ ചുമതലപ്പെടുത്തിയത് ആരാ? എന്നെ ചുമതലപ്പെടുത്തിയത് അള്ളാഹുവാ. അള്ളാഹു ചുമതലപ്പെടുത്തി അങ്ങ് അത് പറയണമെങ്കിൽ അങ്ങ് ആരാ? മഹാനായ മൂസാ നബി വിനയത്തോടുകൂടെ പറഞ്ഞു, പ്രിയപ്പെട്ട ഉമ്മ, അന കലീമുല്ലാഹി നബി മൂസാ അലൈഹിസ്സലാം. ഇനി പറയൂ, ഈ ഉമ്മ ദ്വാരുന്നത് എന്തായിരുന്നു? ഉമ്മ ദ്വാരുന്നത് എന്തായിരുന്നു? എന്റെ മോനെ സ്വർഗത്തിൽ കിടത്തണമെന്നല്ല, അവർ ജീവിച്ച ആ കാലഘട്ടത്തിൽ ഏറ്റവും വലിയ മഹാന്റെ പ്രൈവറ്റ് സെക്രട്ടറി ആയിരിക്കണം എന്റെ മോൻ സ്വർഗത്തിൽ. അങ്ങനെ ഉമ്മ ദ്വാരുന്നത്. ഉമ്മ പറഞ്ഞു, മൂസ നബിയോട് പറഞ്ഞു, കാലം കുറയാ എന്റെ മോൻ കിടന്ന് കഷ്ടപ്പെടുന്നു, എന്തെങ്കിലും ഒന്ന് കൊടുക്കണമല്ലോ എന്ന് ഓർത്തപ്പോ എനിക്ക് കൊടുക്കാനുണ്ടായത് ഈ ദ്വാ മാത്രമാണ്. ഞാൻ എന്റെ മോന് വേണ്ടി ദ്വാരുന്നു, സ്വർഗത്തിൽ മൂസ നബിയുടെ കൂട്ടുകാരനാവാൻ എന്റെ മോനെ നീ തൗഫീഖാക്കണേ എന്ന് ഞാൻ ദ്വാരുന്നു. അള്ളാഹു അത് കേട്ടതിന്റെ സന്തോഷ. എന്റെ പൊന്നുമോൻ സ്വർഗത്തിൽ മൂസ നബിയുടെ കൂട്ടുകാരനാണ് എന്ന് പറഞ്ഞത് കേട്ട് മരിക്കാൻ എനിക്ക് കഴിഞ്ഞല്ലോ. സന്തോഷം. ഉമ്മയുടെ ദുആ കൊണ്ടേ മക്കള് വളരൂ, ഉമ്മയുടെ തർബിയത്ത് കൊണ്ടേ മക്കള് വളരൂ. ഉമ്മയില്ലെങ്കിൽ ഈ ലോകമില്ല, ഉമ്മയില്ലെങ്കിൽ സ്വർഗവുമില്ല. ഉമ്മയില്ലെങ്കിൽ സ്വർഗമല്ല. സ്വർഗത്തിന് ഒരു മഹത്വമില്ലേ? എന്താ ഉമ്മ ചവിട്ടിയത്? ഒരു പെണ്ണ് ചവിട്ടിയതിനാ സ്വർഗം എന്ന് പറഞ്ഞത്. ആ പെണ്ണ് ചവിട്ടിയോടത്താണ് നിന്റെ സ്വർഗം ഉള്ളത്. ആ പെണ്ണ് നിന്റെ ഉമ്മയാ. ആ പെണ്ണ് ഉമ്മയാ. അള്ളാഹു നമ്മുടെ ജീവിച്ചിരിക്കുന്ന ഉമ്മമാർക്ക് ആഫിയത്തും ദീർഘായുസ്സും കൊടുക്കട്ടെ. അള്ളാഹു നമ്മുടെ മരണപ്പെട്ട ഉമ്മമാർക്ക് മഗ്ഫിറത്തും സ്വർഗവും കൊടുക്കട്ടെ. ബിഫദ്ലി സല്ലല്ലാഹു അലാ മുഹമ്മദ് സല്ലല്ലാഹു അലൈഹി വസല്ലം സല്ലല്ലാഹു അലാ മുഹമ്മദ് വഅലൈഹി വസല്ലം. അല്ലാഹുമ്മ സ്വല്ലി അലാ മുഹമ്മദ്. അൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ. അല്ലാഹുമ്മ സ്വല്ലി അലാ സയ്യിദിനാ മുഹമ്മദിൻ വഅലാ ആലി സയ്യിദിനാ വമൗലാനാ മുഹമ്മദ്. അല്ലാഹുവേ സ്വീകരിക്ക തമ്പുരാനെ, പാപങ്ങൾ പൊറുക്കണേ അല്ലാഹ്, രോഗങ്ങൾ ശിഫയാക്കണേ അല്ലാഹ്. അറിഞ്ഞു ചെയ്ത അറിയാതെ ചെയ്ത രഹസ്യമായി സംഭവിച്ച പരസ്യമായി സംഭവിച്ച തെറ്റുകുറ്റങ്ങൾ മാപ്പാക്കണേ അല്ലാഹ്. അല്ലാഹുവേ ഞങ്ങളുടെ അറിവിൽ ബറക്കത്ത് നൽകുക അല്ലാഹ്, അമൽ ചെയ്യാൻ തൗഫീഖ് നൽകുക അല്ലാഹ്. മാരക രോഗങ്ങളിൽ നിന്ന് കാക്കണേ അല്ലാഹ്, അപകടങ്ങളിൽ നിന്ന് കാക്കണേ അല്ലാഹ്, അപകട മരണങ്ങളിൽ നിന്ന് കാക്കണേ അല്ലാഹ്, അബദ്ധ മരണങ്ങളിൽ നിന്ന് കാക്കണേ അല്ലാഹ്, മരുന്ന് ഫലിക്കാത്ത രോഗങ്ങളിൽ നിന്ന് കാക്കണേ അല്ലാഹ്. ആഫിയത്തിൽ ബറക്കത്ത് നൽകണേ അല്ലാഹ്. വീട് പണിയിൽ ബറക്കത്ത് നൽകുക അല്ലാഹ്. വീടില്ലാത്തവർക്ക് വീട് നൽകുക അല്ലാഹ്. വിവാഹപ്രായമായവർക്ക് അനുയോജ്യമായ ബന്ധങ്ങളെ ചേർക്കുക അല്ലാഹ്. ഗൾഫിലുള്ളവർക്ക്
അഭിവൃദ്ധി നൽകുക അല്ലാ. കച്ചവടങ്ങളിലും ബിസിനസ്സുകളിലും ബറക്കത്ത് നൽകണേ അല്ലാ. ഞങ്ങൾക്ക് നീ തന്ന മുഴുവനിലും ബറക്കത്ത് നൽകുക അല്ലാ. കണ്ണീർ സിഹർ പോലെയുള്ള മാരക വിപത്തുകളിൽ നിന്ന് കാക്കണേ അല്ലാ. അല്ലാഹുവേ, ലഹരി ഉപയോഗത്തിൽ ഞങ്ങളോ ഞങ്ങളുടെ മക്കളോ പോവല്ലേ അല്ലാ. പരസ്ത്രീ ബന്ധത്തിൽ ഞങ്ങളോ ഞങ്ങളുടെ മക്കളോ പോവല്ലേ അല്ലാ. അല്ലാഹുവേ, ഞങ്ങളുടെ പൊന്നുമക്കളെ നീ സ്വാലിഹീങ്ങളാക്കണേ അല്ലാ. അല്ലാഹുവേ, പൊന്നാര മക്കളെ സ്വാലിഹീങ്ങളാക്കണേ അല്ലാ. ഞങ്ങളുടെ മരിച്ചുപോയവരുടെ ഖബർ സ്വർഗ്ഗമാക്കുക അല്ലാ. ആഖിബത്ത് നന്നായി മരിക്കാൻ നീ ഞങ്ങളെ സഹായിക്കണേ അല്ലാ. റബ്ബന റഹംഹും കമാ റബ്ബൗനാ സഗാറാ. ആമീൻ ബിറഹ്മതിക യാ അർഹമർ റഹീമീന ബിഫദ്ലി സല്ലല്ലാഹു അലാ മുഹമ്മദ് സല്ലല്ലാഹു അലാ മുഹമ്മദ് സല്ലല്ലാഹു അലൈഹി വസല്ലമ. അല്ലാഹുമ്മ സല്ലി അലാ മുഹമ്മദ് യാ റബ്ബി സല്ലി അലൈഹി വസല്ലം. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി.